പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപയുടെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞല്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം
സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയരെ, ഈ ഉടമ്പടി ചില ആൾക്കാർ ഭയങ്കര കോമഡിയാണ്. എന്താണെന്നറിയാമോ? അവർ ചിലപ്പോൾ ഈ നമ്മുടെ പ്രവർത്തകരെ കാണുമ്പോൾ പറയുമേ, കൃപാസനത്തിലെ പ്രവർത്തകരെ കാണത്തില്ലേ, അപ്പോൾ പരിചയമുള്ളവർ ഞങ്ങൾ പത്രം ഇവിടെ കൊടുത്ത് 2 തിരി കത്തിച്ചു, എന്നിട്ടും ഉടമ്പടിയുടെ ഒന്നും ആയില്ലെന്ന് പറയും. അപ്പം ചിലർ വന്ന് എന്നോട് പറയും, അച്ഛാ അവിടെ വർത്തമാനം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർ ജന്മത്ത് അവിടെ കാര്യം നടക്കത്തില്ലെന്ന്. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തിനോട് കണക്ക് പറയണ രീതിയിലാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. 10 പൈസ ദൈവത്തിന് വേണ്ടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺസ് അവർക്ക് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് വേണം. ദൈവത്തെക്കാൾ ഉപരി മെറ്റീരിയലായിട്ട് തന്നെ അവർക്ക് വേണമെന്നുള്ള രീതിയിൽ ഉള്ള ഒരു ബിസിനസ് റിലേഷനാണ് ചില ആൾക്കാർക്ക് ഉള്ളത്. നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കണം കേട്ടാ. ഈ പല ആൾക്കാർക്ക് ഈ ബിസിനസ് റിലേഷൻ ഉണ്ട്. പക്ഷെ ചിലർ കുറച്ച് ഒരു ഉടമ്പടി ആ ക്ലാസ്സെല്ലാം കേട്ട് കഴിയുമ്പോൾ, ഈ ക്ലാസ് കേൾക്കാത്തവർക്കാണ് ഇങ്ങനെ താമസിക്കുന്നത് ഈ വിഷയങ്ങൾ. ക്ലാസ്സെല്ലാം കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവസ്നേഹം ഉണ്ടാവും. ഉടമ്പടി എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? ആൾക്കാരിൽ ദൈവസ്നേഹം ഉൽപ്പാദിപ്പിക്കുക എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. കാര്യം ദൈവമാണ് അതിൻ്റെ അകത്ത് കണ്ടൻ്റ് എന്ന് പറയണത് ഉടമ്പടിയുടെ. അപ്പം നമ്മൾ ഈ പത്രം കൊടുക്കണത് എന്തിനാ? കർത്താവിനെ അറിയാത്തത് അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ. അതെങ്ങനെ ചെയ്യണത് എന്തിനാ? ദൈവസ്നേഹം ഉണ്ടെങ്കിലാണ് അത് ചെയ്യാൻ പറ്റത്തുള്ളത്. അല്ലെങ്കിൽ അത് ടെക്നിക്കലായിട്ട് നമ്മുടെ കാര്യം കാണാൻ വേണ്ടി ടെക്നിക്കലായിട്ട് പോകും, ആ ബിസിനസ്സായിട്ട് പോകും. ആ ബിസിനസ്സായിട്ട് ചെയ്താലും അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ചിലർ ഇപ്പം ഒത്തിരി പേര് നമ്മൾ കാണുന്നത് എങ്ങനെയെന്ന് അറിയാമോ? നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും പാവത്തങ്ങളും ഉണ്ട്. അവരൊക്കെ ഉടമ്പടിയിൽ അങ്ങനെ ഉറച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഉടമ്പടി വലിയ പ്രയോക്താക്കളായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ കൃപാസനം പൂട്ടിയാലും അവർ ഉടമ്പടി ജീവിച്ചുകൊണ്ടിരിക്കും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി ദൈവസ്നേഹത്തിൻ്റെ സത്യസന്ധമായ ഒരു സുവിശേഷ പദ്ധതിയാണ് ഇതെന്ന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് അങ്ങനെ ചിലർക്ക് ഇതിലൂടെ ദൈവത്തെ അവരുടെ ജീവിത ആവശ്യത്തിൻ്റെ അപ്പുറത്ത് ദൈവത്തെ കണ്ടെത്തിക്കഴിഞ്ഞ് അപ്പോൾ ദൈവത്തെ കണ്ടെത്തി ദൈവത്തിൻ്റെ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ എന്തറിയാമോ? അപ്പോൾ അതായത് ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാമല്ല. അതായത് ഇപ്പോൾ നമ്മുടെ കരിസ്മാറ്റിക് കാലഘട്ടങ്ങളിലെ ഉണ്ടായതിനേക്കാളും പ്രസൻസ്, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം നമ്മുടെ കൂടെ ഇന്ന് ഒരു നിരീശ്വരവാദിയായ കുട്ടി, ഇന്നിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യണ സമയം എന്ന് പറഞ്ഞത് തിങ്കളാഴ്ച ആണ്, മറ്റന്നാളത്തെയാണിത് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ഇന്നൊരു നിരീശ്വരവാദിയ പെൺകുട്ടി, അവളെന്താ നിരീശ്വരവാദിയായത്? അവൾ പറയണ ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണവും ഇല്ലായിരുന്നു, ഭയങ്കര പാടായിരുന്നു, എനിക്ക് സമാധാനമില്ല, പിന്നെ ദൈവത്തെ ഞാൻ കണ്ടിട്ടുമില്ല, എൻ്റെ കൂടെ ദൈവം ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനെന്തിനാണ് വിശ്വസിക്കണത് എന്നുള്ള രീതിയിൽ വെറുപ്പും ദൈവത്തോട് ദൈവം എന്നുള്ള ആശയത്തോട് തന്നെ അവർക്ക് അരിശമാണ്. അങ്ങനെയാണ്. പക്ഷേ അവളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവളുടെ അമ്മ ഉടമ്പടി എടുത്തു. അതിനുശേഷം അവൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ പറയാതിരുന്നൊരു രോഗം
അവൾ സമൂഹത്തിൽ അതിൻ്റെ പേരിൽ ആക്ഷേപം മേടിച്ചിരുന്ന രോഗം പെട്ടെന്ന് മാറി. അതങ്ങനെയാണ് അമ്മയുടെ ഉടമ്പടി അത് വെച്ചിട്ടുണ്ട്, ഇവളുടെ കാര്യം ഇവളറിയാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അത് മനസ്സിലപ്പോൾ ഇവൾക്ക് തോന്നി, എന്നാൽ ഞാനും കൂടി ഇപ്പോൾ ഉടമ്പെടുക്കാമെന്ന്. പക്ഷെ ഉടമ്പെടുക്കുമ്പോൾ ഇവൾ തിരികെത്തിക്കുമ്പോൾ ആരോ പുറകിൽ നിൽക്കും. ഇത് പല പ്രാവശ്യമായപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ തിരികെത്തിക്കുമ്പോൾ ഏതോ ഒരു നിഴൽ പുറകെ നിൽക്കുന്ന എനിക്ക് നല്ല ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും, അത് മാതാവാടിയെന്ന് പറയും. അപ്പോൾ ഇവർക്ക് സുഗന്ധാഭിഷേകം വരും. അതായത് നമുക്ക് ഇപ്പോൾ പറയുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞ്, ഞാൻ കൃപാസനത്തിലോട്ട് വരത്തില്ലായിരുന്നു. ഞാൻ വരാത്തതിൻ്റെ കാരണം ഇത് ചില കാര്യങ്ങൾ ലോജിക്കല്ലാത്തത് കൊണ്ടാണെന്ന്. അത് ആ ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. അവർക്കിപ്പോൾ ജീവിതാനുഭവം ഉണ്ടായപ്പോൾ ഇപ്പോൾ അവർ ഡോക്ടറേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ 8 കൊല്ലം കിട്ടാതെ ഡോക്ടറേറ്റ് ഒറ്റ ഉടമ്പടി കൊണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായി. പക്ഷേ അതല്ല അവർ പറയണത്, കൃപാസനത്തിലെ ചില കാര്യങ്ങൾ ലോജിക്കല്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം നമ്മൾ ലോജിക്കും കൊണ്ടിരിക്കുന്നവർക്ക് ചില സമയത്ത് അത് അങ്ങനെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യത്തിൽ ഇവിടെ എല്ലാം ഇങ്ങനെ ടാഞ്ചിബിളല്ലേ, നമുക്ക് ദൈവത്തെ തൊടാവുന്ന രീതിയിലാണ് ഉടമ്പടിയുടെ എല്ലാ വർക്കൗട്ടിങ് ഇങ്ങനെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും എൻ്റെ സഹോദരങ്ങളെ കണക്ക് കൂട്ടി, ഇപ്പം കർത്താവ് തന്നെ ഇതിനിങ്ങനെ ഒരു നിലപാട് തന്നെ ദൈവത്തോട് കണക്ക് പറയുന്ന ആൾക്കാരോട്, അവരാണ് ഈ ഉടമ്പടി ഗതി പിടിക്കാൻ കിടക്കണത്. ആ ഒരു മനോഭാവമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റണം. ലൂക്ക 6:35 തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായി. എന്ത് പ്രശ്നം കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഇങ്ങോട്ട് നമ്മൾ കൊടുക്കുന്ന അത്രയും തന്നെ തിരിച്ച് കിട്ടണമെന്നുള്ള രീതിയിലുള്ളൊരു ബിസിനസ് റിലേഷൻ ആണെങ്കിൽ കർത്താവിൻ്റെ മനസ്സിരിപ്പ് വേറെയാണ്. എന്താ കാര്യം, ചില കാര്യത്തിന് നമുക്ക് റീഫണ്ടബിൾ അല്ല, തിരിച്ചതുപോലെ കിട്ടത്തില്ല. അപ്പോഴെന്താ സംഭവം, അത് കിട്ടത്തേയില്ലെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുമെന്നാണ്. അപ്പം ചെറിയ പ്രതിഫലമല്ല. നീ ചോദിച്ചത് ചിലപ്പോൾ ഒരു ജപ്തി നടപടി മാറാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ചിലപ്പോൾ ദൈവം അതിനേക്കാൾ വരിക നിത്യത വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈശോ. ചില ഉത്തരവ് എന്താണ്, പ്രാർത്ഥന കേട്ടില്ലെന്നല്ല, അത് വിഡ്ഢികളാണ് അങ്ങനെ പറയണം. ഒരു പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല. പിന്നെ എന്താ, അത് നിത്യതയിലാണ് റീഫണ്ട്, അതാണ് പ്രതിഫലം വലുതായിരിക്കും എന്ന് പറയണം. ഇതൊക്കെ മനസ്സിലാക്കാതെ ഉടമ്പെടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി ഒരു അവസരമാണ്. അത് നിങ്ങൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഇനി ഉടമ്പടി അകപ്പഴ നിർത്താമെന്ന് വിചാരിച്ചാൽ നിന്ന് പോയെന്ന് കഷ്ടപ്പെടാം. ഇപ്പോൾ ആൾക്കാരുടെയൊക്കെ പ്രശ്നം എന്നറിയാമോ, റോഡ് മുഴുവൻ പണിയാണ്. കൃപാസനത്തിൽ വരണമെങ്കിൽ 2-3 ബ്ലോക്കൊക്കെ എല്ലാം കഴിഞ്ഞാൽ വരത്തുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ ബ്ലോക്കെല്ലാം കുറച്ചിപ്പോൾ മാറും. പക്ഷെ അന്ന് നിങ്ങൾ വന്നിട്ട് ഇന്ന് വന്ന പോലെ അല്ല. ഇന്ന് കഷ്ടപ്പെട്ട് വരുമ്പോൾ കർത്താവ് നിങ്ങളെ കഷ്ടപ്പാട് മനസ്സിലാക്കും. നാളെ നിങ്ങൾ ഈസി ആകുമ്പോൾ വരാതിരിക്കുകയും അപ്പോൾ അനുഗ്രഹം ഈസി ആയിരിക്കത്തില്ല ചിലപ്പോൾ. അതുകൊണ്ട് ബുദ്ധി വേണം ഇതിനൊക്കെ ഒരു ശരിക്കും. അപ്പോൾ നല്ല ഒരു സമയത്ത് കർത്താവിനെ ഞങ്ങളത് നിങ്ങളോട് പറയണതേ, ഇത് ഞങ്ങൾ അനുഭവിച്ചതിൻ്റെ പകുതിയെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ, അത്രേ പറയാൻ പറ്റണുള്ളൂ. അപ്പം അത് നിങ്ങൾ ഓരോരുത്തരും ഇതേ ദൈവാനുഭവത്തിലേക്ക് വരണം, അനുഗ്രഹത്തെക്കാൾ ഉപരി. ദൈവത്തിനാണ്. ഞാൻ വരുന്നത് ആലപ്പുഴ മാവേലിക്കരയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2026 ജനുവരി 18-നാണ്. എൻ്റെ അമ്മ ഉടമ്പടി എടുത്തത് മുതലാണ് ഞാൻ ഒരു വിശ്വാസിയായി തുടങ്ങിയത്. ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു. അതിൽ നിന്ന് ഒത്തിരി മാറി ഞാനൊരു വിശ്വാസിയായിട്ട് വന്നത് അമ്മ ഉടമ്പടി എടുത്തപ്പോഴാണ്. അമ്മ ഉടമ്പടി എടുത്ത മെയ്യിൽ അത് തൊട്ട് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ നടന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ഞാൻ നിരീശ്വരവാദിയാവാൻ കാരണവും അല്ലെങ്കിൽ അങ്ങനെ ആവുന്നതിൽ കാരണം എൻ്റെ ജീവിതത്തിലുണ്ടായ സമാധാനമില്ലായ്മ, ഉറക്കമില്ല, കടങ്ങൾ, അങ്ങനെ കഴിക്കാൻ പോലും ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചു, എന്നെ കേൾക്കാത്ത ദൈവം എന്തിനാ എനിക്കെന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയട്ടെ, ഞാൻ വിശ്വസിക്കാൻ കാരണം തന്നെ
ഞാൻ ഇപ്പം സ്വർഗസ്ഥനായെന്ന പിതാവേത് ജപം പറയുമ്പോൾ അന്നന്ന് വേണ്ടുന്ന ആഹാരം നൽകി എന്നും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമ്മൾ പറയും. സത്യത്തിൽ അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നേ വരെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ആഹാരം മുടങ്ങിയിട്ടില്ല. ഒരു മനുഷ്യനെന്ന നിലയിൽ സമാധാനവും ഞങ്ങൾക്ക് കിട്ടി, ആഹാരവും കിട്ടി. ഇതിൽ പരം എന്താണ് ഒരു മനുഷ്യനെന്ന രീതിയിൽ വേണ്ടത്? കാരണം സമാധാനവും തന്നു, അന്നന്ന് വേണ്ടുന്ന ആഹാരവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാനൊരു വിശ്വാസിയായി. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അമ്മയാണെങ്കിൽ ഉടമ്പടി വെച്ചപ്പം എൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വെച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, രോഗത്തിൻ്റെ കാരണത്താൽ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്ത് അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. ഉടമ്പടി എടുത്ത് ഒരു 2 ആഴ്ച പോലും ആയില്ല, എൻ്റെ രോഗം മാറി. ഞാൻ പോലും അറിഞ്ഞില്ല മാറിയത്. അപ്പോൾ എനിക്കൊരു ചെറിയ വിശ്വാസം വന്നു. അതായത് ഞാൻ +2 പഠിക്കുമ്പോൾ, അതായത് 2018 മുതൽ എനിക്ക് ആ രോഗമുണ്ട്. അത് എവിടൊക്കെ പോയിട്ട് ഒരു മാറ്റവും വന്നില്ല. പക്ഷേ ഇപ്പം അത് മാറിയെന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം വന്നു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത ആ ബുക്ക് എടുത്ത് ഞാൻ എന്നും വായിക്കും. എനിക്ക് അറിയത്തില്ല എങ്ങനെ വായിക്കണമെന്ന്. ഉടമ്പടി പുസ്തകം എടുത്ത് ഞാൻ വായിക്കും. അപ്പോൾ എനിക്ക് വായിക്കേണ്ട എന്നൊന്നും അറിയത്തില്ല. ഞാൻ A to Z കാര്യങ്ങളും എല്ലാ ദിവസവും വായിക്കും. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ എപ്പോൾ വായിച്ചാലും എൻ്റെ പുറകിലൊരു നിഴൽ വരും. അപ്പം ഞാൻ ആദ്യം എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, ഉറക്കമില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കമുണ്ട്, പക്ഷേ ഇതേപോലെ ഞാൻ രാത്രിയിലാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ബാക്കിലൊരു നിഴൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയാണ് പറഞ്ഞത്, അത് മാതാവാണ്, ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഓരോരുത്തർക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ നിരീശ്വരവാദിതന്നപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഏത് ദൈവമാണെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയുന്നു. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ഒന്നല്ല ഒരുപാട് തവണ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ചുമരി നോക്കിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീല പെയിൻറ്റിൽ വെള്ളം അടിച്ചിട്ടുണ്ട്, അവിടെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് ഞാൻ എടുത്തു പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ പറയാം. എന്നിട്ട് അവിടെ നോക്കി എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ 7 പ്രാവശ്യം വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ 7 പ്രാവശ്യം പ്രാർത്ഥിക്കും. അപ്പോഴും ബാക്കിലൊരു നിഴല. ഞാനാണെങ്കിൽ ഊട്ടക്കണ്ടിട്ട് തിരിഞ്ഞ് നോക്കിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എനിക്കറിയാം വരുന്നതെന്ന്. അപ്പോൾ ഒരു ദിവസം അതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്വപ്നം കാണുന്ന മുഴുവൻ കടൽ കയറുന്നതാണ്. കടൽ കയറി ഇറങ്ങുമ്പം പച്ചയും നീലയും മെഴുകുതിരി അവിടെ കിടക്കുന്നു. ഇതേപോലെയാണ് ഞാൻ കാണുന്നത്. ഒരുപാട് വർഷം ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു ദിവസം ഞാൻ വിചാരിച്ചു, ആലപ്പുഴയിൽ നിന്ന് മാവേലി വീട്ടിൽ ചെന്നപ്പം 8 മണിയൊക്കെ ആയി. അപ്പം ഞാൻ വിചാരിച്ചു, ഇന്ന് പ്രാർത്ഥിക്കേണ്ട, ഒരു ദിവസം പ്രാർത്ഥിക്കേണ്ടല്ലോ എന്ന് വെച്ചു. അപ്പം എനിക്ക് നല്ല തലവേദനയുണ്ട്. ഞാനപ്പം കിടക്കാമെന്ന് വിചാരിച്ച് ചാരി കിടക്കുക. അപ്പോഴത്തേക്കിനാണെങ്കിൽ ഞാനിങ്ങനെ ഇൻസ്റ്റയിലെടുത്ത് ഇങ്ങനെ റീൽ കണ്ടപ്പോൾ പാലസ്തീൻ്റെ കുഞ്ഞുങ്ങളിങ്ങനെ ഭക്ഷണമില്ലാതെ അങ്ങനത്തെ ഒരു റീൽ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനങ്ങനെ സങ്കടപ്പെട്ട് ഒരിക്കലും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറില്ല. പക്ഷേ അതിലെനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ എണീറ്റ് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കണ്ണങ്ങ് നിറയുന്നുണ്ട്. അപ്പം അതുവരെ അവിടെ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ സാധാരണ രീതി ഫാൻ കിടക്കുന്നു. അത്രയും നേരം ഇല്ലാത്ത ഭയങ്കര വെളിച്ചം, ഫാൻ ഭയങ്കര ശക്തിക്ക് ഇറങ്ങുന്നു, കലണ്ടർ ഭയങ്കര ശക്തിക്ക് അടിക്കുന്നു. അവിടെ ഒരു പേപ്പർ റോളിൻ്റെ തുമ്പ് കിടന്ന് ഭയങ്കര ശക്തിക്ക്, ഭയങ്കര സൗണ്ട്. എന്നിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി നിഴൽ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേക്കിനും ഞാൻ എന്നിട്ടും നേരെ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ കരഞ്ഞപ്പോൾ ഒന്നുകൂടി തലവേദന കൂടി. അപ്പം എന്നിട്ട് ഞാൻ നിർത്തിയില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ നേരം ഒരു വിരൽ കൊണ്ട് നമ്മുടെ മുടിയിൽ തൊടത്തില്ലേ, അതേപോലെ മുടി തൊട്ടു. അപ്പോൾ ഒന്ന് അമ്മങ്ങി. അപ്പോഴത്തേക്കിനും ഞാൻ നോക്കിയപ്പോൾ തലവേദനയും പോയി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വന്ന് കിടന്നപ്പം പിന്നെ കലണ്ടർ വടിയില്ല, ഒന്നുമില്ല, ഭയങ്കര നിശബ്ദത, ഫാനൊക്കെ ചെറുതായിട്ടേ കറങ്ങുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി വന്നിട്ട് പോയതായിരിക്കും എന്ന് എഴുതി ഞാനും കിടന്നു. അതേപോലെ തന്നെ ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം എനിക്ക് അമ്മയെ കാണാൻ പറ്റി. അത് രണ്ടും വെളുപ്പിനെ 2:30-ക്കും 3 മണിക്കും ഇടയിലാണ് 2 പ്രാവശ്യം. ഒന്നാമതെന്ന് പറയുന്നത് നമ്മുടെ ഈ പിക്ചറിനകത്തുള്ള മാതാവിൻ്റെ രൂപം. ഞാൻ സൈഡിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ആ രൂപം കണ്ടു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ ഒരു രൂപം കാണുമ്പോൾ നമുക്ക് പേടിയല്ലേ വരുന്നത്. അപ്പം ഞാൻ കണ്ണ് തിരുമ്മി ഫോണിൽ നോക്കിയപ്പോൾ സമയം നോക്കി. ഞാൻ കൃത്യം എനിക്കിപ്പോൾ അറിയത്തില്ല
എന്നിട്ടും ഒരു 3-4-5 മിനിറ്റ് ആ രൂപം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഞാൻ കണ്ടത്. പക്ഷേ ആ മാതാവിന് ഈ രൂപം തന്നെയാണ്, പക്ഷേ നിറത്തിൽ വ്യത്യാസം വന്നു. രക്തത്തിൻ്റെ നിറമായിരുന്നു. അതുപോലെ തന്നെ ഞരമ്പ് പോലെ എന്തോ ഒന്ന് ചുറ്റും ഇങ്ങനെ കെട്ടിപ്പടഞ്ഞ് കിടക്കുന്നുണ്ട്. അത് എനിക്കതെന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ അന്ന് ഞാൻ പേടിച്ചില്ല, കാരണം ഒരു പ്രാവശ്യം വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടി തോന്നിയില്ല. അങ്ങനെ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ വെച്ച നിയോഗത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഒരു കൂടോത്രം, നെഗറ്റിവിറ്റി അതെല്ലാം ഒന്ന് മാറ്റി തരണേന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഒരു കാര്യം പറയാം. ഒരു പ്രാവശ്യം ഞാൻ സ്വപ്നം കണ്ടപ്പം എനിക്കറിയാം ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ നെഗറ്റിവിറ്റി ചെയ്യുന്ന ഒരാളുണ്ടെന്നറിയാം. അപ്പം ആ ആളെ ഞാൻ സ്വപ്നത്തിൽ കാണുക. സ്വപ്നത്തിൽ കണ്ടിട്ട് പറഞ്ഞു, അവരിങ്ങനെ പറയുക, നീ നശിക്കും, നീ നശിക്കും, നശിക്കും എന്ന് പറയുക. അപ്പം ഞാൻ അവരോട് സ്വപ്നത്തിൽ ഞാൻ പറയും, ഭയങ്കര റിയാലിറ്റിയിലാണ് ഞാൻ കാണുന്നത്. പറയുക, ഓ അങ്ങനെയൊന്നും നടക്കത്തൊന്നുമില്ല, എൻ്റെ കൂടെ എൻ്റെ മാതാവുണ്ടെന്ന് ഞാൻ ആ സ്വപ്നത്തിൽ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ ചോദിച്ചതിന് അമ്മ പറയുകയായിരിക്കാം, നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയുകയായിരിക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ കയറുമ്പം ഭയങ്കര ഒരു നെഗറ്റിവിറ്റി ആയിരുന്നു. നെഗറ്റിവിറ്റി എന്ന് പറയുമ്പം ഭയങ്കര ദേഷ്യം, മാനസികപരമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു വീട്ടിൽ കയറുമ്പോൾ. അതിനുശേഷം എനിക്കാണെങ്കിൽ പിന്നെ ആ നെഗറ്റിവിറ്റി ആ വീട്ടിൽ കാണുന്നില്ല. വീട്ടിൽ തന്നെ കയറുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്, ഒരു പോസിറ്റിവിറ്റിയാണ് എനിക്ക് കിട്ടുന്നത്. അതും അമ്മയോടുള്ളത്. ഞാനാണെങ്കിൽ ഒരു ഇൻസ്റ്റയിലെ ഏത്തിസ്റ്റ് കേരളക്കകത്താണ് ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യം കാണുന്നത്. ട്രോള് വഴിയാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ പറയും, പിന്നെ ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഇതായിരുന്നു. ഇതൊഴി കൂടി ആലപ്പുഴ കൂടി പോകുമ്പോൾ ഞാൻ പറയാം, ഇത്ര ആൾക്കാരൊക്കെ എന്തിനാണ് ഇവിടെ വരുന്നതെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി, ദൈവം എന്നുള്ളതുണ്ട്, മാതാവ് അത് സത്യമാണെന്ന് എനിക്കറിയാം. കാരണം നമ്മളൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുമോ എന്നുള്ളത് എനിക്ക് നന്നായിട്ടിപ്പോൾ മനസ്സിലായി. ഏറ്റവും വലുത് അന്നന്ന് വേണ്ടുന്ന ആഹാരം നൽകി അനുഗ്രഹിച്ച ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയോടൊന്നല്ല, സകലരോടും എനിക്ക് ദേഷ്യമായിരുന്നു. എൻ്റെ ചേച്ചി എന്നോട് പറയും, 10 രൂപയ്ക്ക് ദേഷ്യപ്പെടേണ്ടത് നീ ഒരു 100 രൂപയുടെ ദേഷ്യമാണല്ലോ കാണിക്കുന്നതെന്ന് പറയും. പക്ഷേ ഇന്നെനിക്ക് ദേഷ്യമെല്ലാം കുറഞ്ഞു. അമ്മ പറയുമ്പോൾ ആര് പറഞ്ഞാലും ഇച്ചിരിയൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നത്, പക്ഷെ എന്നാലും ഭയങ്കര രീതിയിലുള്ള മാറ്റം എനിക്കുണ്ട്. ആത്മീയമായ രീതിയിൽ ഞാൻ മാറി എന്നുള്ളതാണ്. എപ്പോഴും ഈ ഫോൺ അഡിക്ഷൻ പോലെ. പക്ഷെ അത് മാറി ബൈബിള് വായിച്ച് കൊന്ത ചൊല്ലി എല്ലാവരോടും നേരത്തെയൊക്കെ ദേഷ്യം ഉള്ളി വെക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം ഞാൻ വിചാരിക്കുക, എന്തിനാ അവരോട് ഉള്ളി ദേഷ്യം വെക്കുന്നത്, എന്തിനാ നമ്മൾ ശത്രുത വെക്കുന്നത് എന്നുള്ള ഓരോ കാര്യങ്ങളും അമ്മയോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും ആരോടാണെങ്കിലും സമാധാനത്തോടെ സംസാരിക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് എത്തി കാര്യങ്ങൾ. അതേപോലെ തന്നെ ആത്മീയമായ രീതിയിൽ വളരാൻ ഒരുപാട് സാധിച്ചു. എനിക്ക് ബൈബിൾ വായിക്കുന്ന ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ബൈബിൾ ഇല്ലായിരുന്നു. അപ്പോൾ ഷീബ എന്ന് പറയുന്നൊരു ചേച്ചി എനിക്ക് ബൈബിള് ഇവിടുന്ന് തന്നെയാണ്, എനിക്ക് കൃപാസനത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് വാങ്ങിച്ചു തന്നത്. ഇപ്പോൾ രാത്രി ഞാൻ എന്നും ബൈബിൾ വായിച്ചിട്ടാണ് കിടക്കുന്നത്. കൊന്ത ചൊല്ലി എല്ലാം ചെയ്യും. ആത്മീയപരമായ രീതിയിലും ഞാൻ ഒരുപാട് മാറ്റം എനിക്ക് സംഭവിച്ചു. അതേപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചയിലെ ധ്യാനം ഞാൻ കൂടും. സാക്ഷ്യങ്ങളൊക്കെ എനിക്ക് പറ്റും. ഞാൻ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കാണും, ധ്യാനമൊക്കെ ഷെയർ ചെയ്യും. അതേപോലെ തന്നെ രാവിലത്തെ പ്രാർത്ഥന ഞാൻ കേൾക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എനിക്ക് ബൈബിളിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, വചനങ്ങൾ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അച്ഛൻ്റെ ഓരോ ടോക്കുകളും ഞാൻ കേൾക്കാറുണ്ട്. കാരണം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഞാൻ ആ വചനങ്ങൾ വെച്ചിട്ടായിരിക്കും ഞാൻ ബൈബിൾ വായിക്കുന്നത്. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള മാറ്റം എൻ്റെ ജീവിതത്തിലും ഒരു ആത്മീയ രീതിയിലും ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇത്രയേറെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കും, എനിക്കിത്രയും അനുഗ്രഹങ്ങൾ തരാൻ ഞാൻ യോഗ്യയാണോ? കാരണം നിന്നെ ഞാൻ അത്രയും തള്ളി പറഞ്ഞതല്ലേ, എന്നിട്ടും എൻ്റെ അടുത്ത് വരാൻ ഞാൻ യോഗ്യയാണോ എന്ന് ഞാൻ പലപ്പോഴും മാതാവിൻ്റെ അടുത്ത് ചോദിക്കും. അതേപോലെ തന്നെ ഞാനൊരു വാളിൽ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ അവിടെ മാതാവിൻ്റെ രൂപം വരയ്ക്കണമെന്ന് ഞാൻ വിചാരിച്ച് വെച്ചിരുന്നായിരുന്നു. പക്ഷേ ഞാൻ മറന്നെങ്കിലും അമ്മ അത് മറന്നില്ല. ആ വാളിൽ, ആ നീല പെയിൻ്റ് അടിച്ച വാളിൽ അമ്മയുടെ രൂപം ചെറുതായി പ്രത്യക്ഷപ്പെട്ട് വരികയാണ്. ഇപ്പം ആ നീല മേലെങ്കിൽ കാണാൻ പറ്റും, മുഖം വ്യക്തമല്ലെങ്കിലും ആ രൂപം എനിക്ക് കാണാൻ പറ്റും. ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ എൻ്റെ മാതാവിനും യേശു അപ്പച്ചനും ഒരുപാട് നന്ദി പറയുന്നു. മാതാവിനും
1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ ഭവനത്തിലെ കടങ്ങൾ കാരണമാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വന്നത്. കടങ്ങളും ഭയങ്കര മാനസികമായ വിഷമ കാരണമാണ് വന്നത്. എൻ്റെ കടങ്ങൾ വീട്ടാൻ എനിക്ക് പറ്റി. അതുകൂടാതെ എൻ്റെ വീട്ടിലെ മാതാവ് ഇടപെട്ട് എനിക്ക് എൻ്റെ 1,00,000 രൂപ എനിക്കൊരു കടമുണ്ടായിരുന്നു. ആ 1,00,000 രൂപ എനിക്ക് വീട്ടാൻ 4 മാസം ഞാൻ 5,000 രൂപ വെച്ച് കൊടുത്തു. ഇത് എങ്ങനെ എനിക്ക് ഈ കടം വീട്ടാൻ പറ്റും? മുതൽ കൊടുക്കാൻ പറ്റുന്നില്ല. കടങ്ങൾ അതിൻ്റെ പലിശ മാത്രം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിന് ഒരു വഴിയില്ല. വീട്ടിൽ ഞങ്ങൾക്ക് കഴിക്കാൻ പോലും ഇല്ല. പിന്നെ ഞങ്ങളിതെങ്ങനെ വീട്ടും എന്നുള്ള ഒരവസ്ഥയിൽ വന്നപ്പോൾ എനിക്ക് ഇരുന്ന് ഇച്ചിരി സ്വർണത്തിൽ നിന്ന് ആ വില കൂടിയപ്പോൾ ഞാൻ അതിൽ നിന്ന് അമ്മ ഇടപെട്ട് ആ സമയത്ത് എനിക്ക് തന്ന്, അതുകൊണ്ട് എനിക്ക് ആ കടം വീട്ടാൻ പറ്റി. അതുകൂടാതെ എൻ്റെ ഭവനത്തിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും രോഗങ്ങളായിരുന്നു. സൗഖ്യം തന്ന അമ്മ മാതാവിനും തിരുവുമാരനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്ന ഈശോപ്പച്ചനും അമ്മയ്ക്കും 1000 നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രഭാഷകൻ 40:27 ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്. ഏതു മഹത്വത്തെയും കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. ശിഖ എന്ന ഈ മകളും ചന്ദ്രിക എന്ന അമ്മയും കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടെ നിവൃത്തിയോടുകൂടി ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറഞ്ഞു, അവരുടെയും വായന കൊണ്ട് മാത്രമല്ല, അവൾ ആദ്യകാലം തന്നെ ഈ ശക്തമായി ദൈവകാര്യങ്ങൾ പറയുമ്പോൾ എതിർക്കുമ്പോൾ ഒരു വാചകം നിരന്തരം പറയുമായിരുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ അരികിൽ ആളെത്തണം, ദൈവം എൻ്റെ അരികിൽ എത്തിയാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ, ഇല്ലെങ്കിൽ ഇതിനൊന്നും വലിയ കഥയില്ല എന്നിങ്ങനെ അമ്മയോട് തർക്കിച്ച് അമ്മയെ വായടപ്പിച്ചുകൊണ്ട് ജീവിച്ച മകളുടെ സന്നിധിയിലാണ് അവളിങ്ങനെ ഓരോ ദിവസം ഈ കുടുംബടി പുസ്തകമെടുത്ത് വായിക്കുമ്പോൾ നിഴല് പോലെ ആരോ വന്ന് നിൽക്കുന്നു. എല്ലാ ദിവസവും നിഴല് പോലെ ആരോ വന്ന് നിൽക്കുന്നു. രാത്രിയും പകലും ഈ നിഴലിൻ്റെ സാന്നിധ്യം മകളെ ഇങ്ങനെ വല്ലാതെ ഹോണ്ട് ചെയ്യുവാൻ തുടങ്ങി. അമ്മയോട് പതിയെ പറയാൻ തുടങ്ങി, ആരോ ഞാൻ ഈ ഉടമ്പടി പുസ്തകം വായിക്കുമ്പോൾ അരികിലുണ്ട്. പ്രിയമുള്ളവരെ, എങ്ങനെ അമ്മ മാതാവ് റിബല്യസായി നിൽക്കുന്ന ഒരു ആത്മാവിനെ, ഒരു ജീവിതത്തെ അമ്മയുടെ അരികിലേക്ക് റിക്കൺസൈൽ ചെയ്ത് കൊണ്ടുവരുന്നുവെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അവളുടെ ജീവിതം മാറിയത്, കാഴ്ചപ്പാടുകൾ മാറിയത്, സ്വഭാവം മാറിയത്, വലിയ സ്നേഹത്തോടുകൂടി എളിമയുടെ ജീവിത വിശുദ്ധിയോടുകൂടി അമ്മ മാതാവിനെ ഏറ്റെടുത്തുകൊണ്ട് ഉടമ്പടി എടുക്കുവാൻ, ഉടമ്പടി ജീവിക്കുവാൻ, ഉടമ്പടി അനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ മകൾക്കിന്ന് സാധിക്കുന്നതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം ആത്മീയമായ ഉണർവും ജീവിത നവീകരണവും വിശ്വാസബോധ്യങ്ങളും ഈ മകൾക്കും അതുവഴി കുടുംബത്തിൽ ഓരോരുത്തർക്കും എങ്ങനെ ലഭിച്ചുവെന്ന്, കുടുംബത്തിലുണ്ടായിരുന്ന നെഗറ്റിവിറ്റി എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ മാറിപ്പോയെന്ന്, നല്ല വിശ്വാസം ജീവിക്കുവാൻ ഈ കുടുംബത്തിനെങ്ങനെ സാധിക്കുന്നുവെന്ന് ഈ കുടുംബം അമ്മയും മകളും അൾത്താരയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, വീടിനെ ബാധിച്ചിരിക്കുന്നത് എന്താണോ, എത്ര കണ്ട് മക്കൾ മാതാപിതാക്കൾ കൈകളിൽ നിന്നും അവരുടെ വിചാരങ്ങളിൽ നിന്നും അകന്നുമാറി റിബല്യസായി നിൽക്കുന്നുവോ, പരിഹാരമുണ്ട്. അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അമ്മയുടെ നേർച്ച വസ്തുക്കൾ വീടിനകത്ത് വിശ്വാസത്തോടെ പ്രയോഗിക്കുക. അമ്മ മാതാവ് ഈശോയിലൂടെ ഓരോരുത്തരെയും കുടുംബത്തിന് അനുഗ്രഹമായി നേടിത്തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിൻസി ഷനോജ്. ഇതെൻ്റെ മക്കളാണ് അനുഗ്രഹ, ആരാധന. എനിക്ക് 17 വർഷമായി ഫിക്സ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വീണുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് എങ്ങും പോവാനോ കുളിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. എപ്പോഴും വീഴും, സ്റ്റിച്ചിടും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മച്ചി എൻ്റെ അടുത്ത്
അമ്മ മാതാവിൻ്റെ കാര്യങ്ങളെല്ലാം പറയുമെങ്കിലും എനിക്കത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ മാതാവിൻ്റെ ഉപ്പും പത്രവും തരുമായിരുന്നു. എങ്കിലും ഞാൻ ആ ഉപ്പ് ഭക്ഷണത്തിൽ എല്ലാം ഉപയോഗിക്കുമെങ്കിലും പത്രം ഞാൻ തുറന്ന് വായിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മച്ചി എന്നോട് പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കാം, നിൻ്റെ അസുഖമെല്ലാം മാറും. ഞാൻ മനസ്സില്ലാ മനസ്സോടെ അമ്മച്ചി പറഞ്ഞതല്ലേ എന്ന് ഓർത്തു ഞാനിവിടെ വന്നപ്പോൾ എങ്ങുമില്ലാത്ത അവധിയായിരുന്നു. അന്ന് ഇലക്ഷൻ്റെ ദിവസമായതുകൊണ്ട് ഇന്ന് ടോക്കൺ ഇല്ല, ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങളതുകൊണ്ട് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ മനസ്സില്ലാ മനസ്സോടെ വന്നുകൊണ്ടാണോ അതോ ഞാൻ ഉടമ്പടി എടുക്കാൻ യോഗ്യതയല്ലേ, എനിക്കതിനുള്ള അനുഗ്രഹമില്ലേ എന്നൊക്കെ ഞാനിങ്ങനെ എന്തൊക്കെയോ പ്രാർത്ഥിച്ചു. ഞങ്ങൾ കുറേ നേരം ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു തിരികെ പോയി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥനകൾ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ പറയുന്നുണ്ടെങ്കിലും എനിക്കത്ര വിശ്വാസം പോരായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു ചേച്ചി, ഞാൻ ബ്യൂട്ടീഷ്യനാണ്, അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കസ്റ്റമർ ചേച്ചി വരുമായിരുന്നു. ആ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചേച്ചി എൻ്റെ അടുത്ത് മാതാവിൻ്റെ കാര്യം പറയുമെങ്കിലും ഞാൻ അപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ മാതാവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മുല്ലപ്പൂവിൻ്റെ ഒരു ഗന്ധം വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണല്ലേ വന്നേക്കണേ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല ഞാനതൊന്നും ഉപയോഗിക്കാറില്ല മോളെ. അപ്പോൾ എന്താണ് ഇങ്ങനെ വന്നേ, മുല്ലപ്പൂവിൻ്റെ ഗന്ധം വന്നു, ചേച്ചിക്ക് വന്നില്ലേ? പെട്ടെന്ന് മൂക്കിലേക്ക് ഒരു മണം വന്നു, പെട്ടെന്ന് പോയി. അപ്പോൾ ചേച്ചി പറഞ്ഞു, അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നിൻ്റെ അടുത്തുണ്ട്, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് അമ്മ വരും, നിൻ്റെ അടുത്ത് അമ്മ മാതാവ് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നീ നന്നായിട്ട് പ്രാർത്ഥിക്കേ എന്ന് പറഞ്ഞു. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് കുളിര് തോന്നുന്ന പോലെ തോന്നിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ അത് എനിക്ക് മനസ്സിലങ്ങനെ ചെറിയൊരു ഇത് വന്നു, എങ്കിലും ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും എനിക്കിങ്ങനെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം വരുന്നു, കുന്തിരിക്കത്തിൻ്റെ മണം വന്നു, അങ്ങനെ മാറി മാറി വന്നു. ഞാൻ ആ ചേച്ചീനെ വിളിച്ചു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിക്കുക, അമ്മയുടെ അടുത്ത് വരാനായിട്ട് നീ ആഗ്രഹിക്കുന്ന നന്നായിട്ട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ അടുത്ത് ഈ ചേച്ചി ഇങ്ങനെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ പ്രാർത്ഥന തരുമോ പ്രാർത്ഥിക്കാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് തരാം ഞാൻ തന്നേക്കാട്ടോ എന്ന് പറഞ്ഞെങ്കിലും മറന്നുപോയി. പിന്നെ എനിക്ക് ആ പ്രാർത്ഥന വേണം, ഇത് എത്തിക്കണം എന്നുള്ളൊരു മനസ്സിലിങ്ങനെ ഭയങ്കര ആഗ്രഹം വന്നു. ഞാനത് രണ്ടാമത് ചോദിച്ച് മേടിച്ചു. ആൾ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞതിന് മുന്നേ ചോദിച്ച് മേടിച്ചു. അങ്ങനെ ഞാൻ ജസ്റ്റ് അതൊന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും വിദേശത്ത് പോകാനായിട്ട് 9 വർഷമായി ഇങ്ങനെ നിൽക്കുന്നു, പക്ഷേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ പേപ്പർ ശരിയാകുന്ന കാര്യം സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരുന്നു. ഞാൻ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു പ്രാവശ്യം ചൊല്ലി ജസ്റ്റ് മയങ്ങിപ്പോയ സമയത്ത് സ്വപ്നത്തിൽ കാണുമ്പോൾ അത് അത്രയും ശക്തിയുള്ളത് കൊണ്ടാണ് എന്നെനിക്കത് മനസ്സിൽ തോന്നി തുടങ്ങി. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു 1.5 വർഷം എടുത്തു എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരാനായിട്ട്. ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. എനിക്ക് ഉടമ്പടി എങ്ങനെ എടുക്കണം, ഞാൻ എടുത്താൽ ശരിയാവോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് കുർബാന പോയി നന്നായി കുമ്പസാരിച്ച് ഒരുങ്ങി വന്നം എന്നുള്ളൊരു മനസ്സായിരുന്നു. ഞാനെല്ലാം വിശുദ്ധിയായിട്ട് നല്ല ഇതായിട്ട് വന്നു, ഉടമ്പടി എടുത്തു. ഫസ്റ്റ് ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ വിക്സിൻ്റെ കാര്യമാണ്. കാരണം എനിക്ക് ഉടമ്പടിയിൽ നിയോഗങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ അസുഖമാണ് ആദ്യം മാറേണ്ടത്. പെട്ടെന്നായിരിക്കും അസുഖം വന്നത്, അതുകൊണ്ട് തന്നെ എങ്ങും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യം തന്നെ അമ്മ മാതാവിന് നിയോഗം വെച്ചത് എൻ്റെ ഫിക്സ് മാറ്റി തന്നെ അമ്മേ എന്നായിരുന്നു. പിന്നെ അമ്മ മാതാവിന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ നിയോഗം വെക്കുമ്പോഴും അമ്മ മാതാവിനെ അറിയാൻ നമുക്ക് ആദ്യം ഏതാണ് വേണ്ടത് എന്ന്. അതുപോലെ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ അസുഖം മാറിയാലാണ് എനിക്കിവിടെ വരാൻ പറ്റുള്ളൂ, എൻ്റെ നിയോഗം ഈ ഉടമ്പടി ഞാൻ എടുക്കുന്നത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന പോലെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആദ്യം എൻ്റെ 17 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന ഫിക്സ് മാറി. രണ്ടാമത് എനിക്ക് ഈ ഫിക്സ് വരുമ്പോൾ ഞാൻ വീഴും, ഭയങ്കരമായിട്ട് അലച്ച് തല്ലി വീഴും.
സ്റ്റിച്ചിടും. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നടുവിന്, സ്പൈനൽ കോഡിന്, ഞരമ്പിന് ചെറിയൊരു ചതവ് പറ്റിയായിരുന്നു. അങ്ങനെ ബെൽറ്റ് ഇട്ടിരിക്കുകയായിരുന്നു. അമ്മ മാതാവിൻ്റെ കൃപയാൽ ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും തേച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ മാതാവിൻ്റെ തൈലം നടുവിന് തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ 1 വർഷമായിട്ട് എനിക്ക് ബെൽറ്റ് ഇടേണ്ട വന്നിട്ടില്ല. സുഖമായിട്ട് ഞാൻ എല്ലാ സ്ഥലത്തും പോവുകയും ജോലികൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്നു. അതേപോലെ ഇത് എൻ്റെ മൂത്ത മോൾക്ക് 10ാം ക്ലാസ്സിൽ ഭയങ്കര മാർക്ക് കുറവായിരുന്നു. കൊച്ചിന് അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തത് കൊച്ചിൻ്റെ ആ എക്സാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു. അപ്പോൾ നമുക്ക് ഉടമ്പടിയിൽ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൊച്ചിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ ഒരു ദിവസം പത്രം കൊടുക്കാൻ പോയപ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിക്കുകയാണ്, കൊച്ചിന് അഡ്മിഷൻ കിട്ടിയോ? അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു നമ്പർ തരാം, അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് സാറായിട്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവുന്നേ? അലോട്ട്മെൻറ്റിൽ വെക്കുന്നതല്ലേ, അലോട്ട്മെൻറ്റിൽ വെക്കാനല്ലേ സാറ് പറയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് സാരമില്ല, ഫോൺ നമ്പർ ഞാൻ തരാം, മോള് വിളിച്ച് സംസാരിച്ചോ എന്ന് പറഞ്ഞു. ആ ചേച്ചീനെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ ആ നമ്പർ മേടിച്ച് കൊണ്ടുവന്നു. എങ്കിലും ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോളെ നമുക്കൊരു കാര്യം ചെയ്യാം, അലോട്ട്മെൻറ്റ് ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞിട്ടും കൊച്ചിന് അഡ്മിഷൻ കിട്ടാതെ ഇപ്പോൾ കൊച്ചിനും വിഷമമായി. ഞാൻ ഉടമ്പടി അമ്മ മാതാവിൻ്റെ പ്രാർത്ഥന ഉപ്പും കുടുംബ പ്രാർത്ഥന എത്തിക്കുന്ന ആ ഒരു സമയത്ത് ഉപ്പ് തേച്ച് കൊച്ചിന് അവിടെ എന്തൊക്കെ ഫോമുകളാണോ കൊടുത്തേക്കുന്നത് അതിൻ്റെയൊക്കെ ഓരോ കോപ്പികൾ വെച്ചിട്ട് കുടുംബ പ്രാർത്ഥനയോടൊപ്പം തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞ സാറിനെ ഞാൻ കാണുകയാണ്. ആ സാറ് എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, കൊച്ചിന് അഡ്മിഷൻ കിട്ടിയോ? എന്തേ നിങ്ങൾ എന്നെ വിളിക്കാതിരുന്നേ? എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോൾ. ഞാൻ ആ സാറിനോടൊന്നും പറഞ്ഞിട്ടില്ല. ആ സാറ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ, അല്ല സാറേ, അലോട്ട്മെൻറ്റ് വെച്ചിട്ടുണ്ട്, അലോട്ട്മെൻറ്റിലല്ലേ നമുക്ക് കിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് നാളെ കൊച്ചിന് പഠിക്കാൻ കണക്കാക്കി എല്ലാ സാധനങ്ങളായിട്ട് പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മോളോട് അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഉടമ്പടി അമ്മ മാതാവിൻ്റെ ഉപ്പിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. മോനെ ഇത്രയും ദിവസമായിട്ട് അഡ്മിഷനൊന്നും ആയിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല, സമയവും പോയിക്കൊണ്ടിരിക്കുന്നു. മോന് അഡ്മിഷൻ പെട്ടെന്ന് തന്നെ അമ്മ മാതാവ് റെഡിയാക്കി തരികയാണെങ്കിൽ നമ്മൾ പോവാൻ നിൽക്കുമ്പോൾ വേറെ സ്ഥലത്ത് നമുക്ക് അടുത്ത് തന്നെ കിട്ടുകയാണ് അഡ്മിഷനെങ്കിൽ മോനെ എന്താ ചെയ്യുക? അപ്പോൾ കൊച്ചു പറഞ്ഞു, മമ്മി നമുക്ക് അഡ്മിഷൻ ഇത്രയും നാളും കിട്ടാതിരുന്ന അമ്മ മാതാവിൻ്റെ കൃപയാലാണ് നമുക്ക് കിട്ടുന്നത്, എങ്കിലും നമുക്ക് വേറെ സ്ഥലത്തെങ്ങും ഞാൻ പോകില്ല, ഫസ്റ്റ് കിട്ടുന്ന സ്ഥലത്തെ ഞാൻ അഡ്മിഷന് പോകുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞങ്ങൾ അഡ്മിഷനായിട്ട് പോകാൻ നിൽക്കുമ്പോൾ അടുത്തുള്ള സ്കൂളിൽ നിന്ന് വിളിക്കുകയാണ്, കൊച്ചിന് അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട്, വേഗം വരാൻ പറഞ്ഞു. ഞങ്ങൾ കൊച്ചിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു, ഞാൻ വന്നില്ല, ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ സ്ഥലത്തെ ഞാൻ പോകുന്നുള്ളൂ. എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു, കൊച്ച് ഇപ്പോൾ ഇത്രയും വലിയ കുട്ടിയാണ്, അപ്പോൾ നമുക്ക് നല്ല സ്കൂള്, നല്ല അന്തരീക്ഷവും നല്ല അധ്യാപകർ, നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ നല്ലൊരു സ്നേഹത്തോടെ പറഞ്ഞു തരാനുള്ള ഒരു അധ്യാപകർ, അങ്ങനെയുള്ള സ്കൂള് മതി അമ്മേ, അമ്മ മാതാവേ അത് റെഡിയാക്കി തരണേ എന്ന് അങ്ങനെയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ എല്ലാം നല്ല സ്നേഹവും കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് തരാനും എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നമുക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കാനും ഒക്കെ പറ്റിയ സ്കൂൾ തന്നെ അമ്മ മാതാവ് റെഡിയാക്കി തന്നു. അതേപോലെ ഞങ്ങൾ അഡ്മിഷന് പോകുന്ന സമയത്ത് ചെറിയൊരു മുഷിഞ്ഞ വസ്ത്രമായിട്ടുള്ള ഒരു ചേച്ചി, ആ ചേച്ചിയെടുത്ത് ആരും ഇരിക്കുന്നില്ല, ആ സീറ്റിൽ സ്ഥലമുണ്ട് ഒരാൾക്ക് ഇരിക്കാൻ, എങ്കിലും ഞാൻ കയറിയിട്ട് ഞാൻ ഇരിക്കാതെ അവിടെ നിൽക്കുകയാണ്. ആ ചേച്ചി എന്നെ അവിടെ വലിച്ച് ഇരുത്തി. ഞാൻ ഇരിക്കണില്ല എന്ന് പറഞ്ഞിട്ടും എന്നെ അതവിടെ വലിച്ചിരുത്തി. എന്തിനാ അവിടെ നിൽക്കണേ, ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, മോളുടെ സ്കൂളിൽ പോവുകയാണല്ലേ? അപ്പം ഞാൻ അതെ. അപ്പോൾ അഡ്മിഷൻ ശരിയായല്ലേ? ഉടമ്പടി എടുത്തിട്ടില്ലേ? ഉടമ്പടി മുടങ്ങാതെ കൊണ്ടുപോകണം, ഉടമ്പടി പുതുക്കാൻ വരൂലേ, വന്നോട്ടോ എന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് പറയാണ്. ഞാൻ പക്ഷേ എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അത്, പെട്ടെന്നുള്ള ഇതായതുകൊണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എവിടെയാണ് പോകുന്നത്? ഞാൻ പത്രം കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. എങ്കിലും ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ആ ചേച്ചിയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പത്രം കൊടുക്കാൻ നമ്മുടെ കയ്യിലൊരു ബാഗോ കിറ്റോ എന്തെങ്കിലും ഉണ്ടാവും, ഒന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ എന്നോട് പറഞ്ഞു, ആ സ്കൂള് നല്ല സ്കൂളാണ്, കൊച്ചിന് അവിടെ പഠിക്കാനായിട്ട് നല്ലതായിരിക്കും, നല്ല അധ്യാപകരാണ്,
പാരൻസിനോടാണെങ്കിലും എല്ലാം നല്ല സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ എല്ലാം നല്ല അന്തരീക്ഷമാണ് എന്നും എന്നോട് പറഞ്ഞായിരുന്നു. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത അന്ന് എനിക്ക് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് രാത്രി ഞാൻ ഉറങ്ങുന്ന ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇരുട്ട് വന്നിട്ട് അതിലേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് വെട്ടമടിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതയുണ്ടാവും. ആ ഒരു ഇതിൽ ഞാൻ ഇങ്ങനെ കാണുകയാണ് അമ്മ മാതാവ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. എനിക്ക് ഇതിനു മുന്നേ വിശ്വാസമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു 1.5 വർഷത്തോളം വരാതേക്ക് ഇരുന്നേച്ചു. ഇങ്ങനെ പ്രാർത്ഥിക്കാനാണെങ്കിലും വലിയ കാര്യങ്ങളായിട്ടൊന്നും ചെയ്യാതേക്ക് ഇരുന്നേച്ചു. എന്നാൽ അതേപോലെ തന്നെ ഞാൻ കുടുംബ പ്രാർത്ഥനയാണെങ്കിലും പള്ളിയിൽ കുർബാനയ്ക്കാണെങ്കിലും അങ്ങനെ ചിലപ്പോൾ പോകും, ചിലപ്പോൾ പോവില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നേരം കിട്ടില്ല, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. എന്നാൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്തത് മുതൽ ഈ നിമിഷം വരെ മുടങ്ങാതെ ഞായറാഴ്ചകളിലെ കുർബാനകളും കുടുംബ പ്രാർത്ഥനകൾ, കൊന്തയും ബൈബിൾ വായന എല്ലാം മുടങ്ങാതെ ഈ നിമിഷം വരെയും എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ എൻ്റെ ഇളയ മോള് 5 വയസ്സുള്ളപ്പോൾ മുതൽ കുട്ടിക്ക് എപ്പോഴും അസുഖം വരലാണ്. ശ്വാസം മുട്ട്, ചുമ, കൊച്ചിന് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട് വന്ന് അത് നമുക്ക് കാണാൻ പറ്റാത്തൊരു അവസ്ഥ വരെയും വരുമായിരുന്നു. എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ അമ്മ മാതാവിൻ്റെ തൈലം എപ്പോഴും നെഞ്ചത്തും നെറുകയിലും തേച്ച് വായിലും ഒരു തുള്ളി ഒഴിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് ഫലമായി ഇപ്പോൾ 2 വർഷമായി എൻ്റെ മോൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അതേപോലെ ഈ ഫിക്സ് വന്ന് വീണപ്പോൾ എനിക്ക് നടുവിന് സ്പൈനൽ കോഡിന് ഞരമ്പിന് ചതവ് പറ്റിയായിരുന്നു. അപ്പോൾ എനിക്ക് ബെൽറ്റ് ഇടേണ്ട അവസ്ഥ വന്നായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ മടിയുള്ള ഞാനാണ്. എങ്കിലും ഞാൻ വേദന സഹിക്കാൻ പറ്റാതെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എക്സ്റേ എടുത്തപ്പോഴാണ് ഇതാണ് ബുദ്ധിമുട്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത്ര ചെറിയ പ്രായമല്ലേ, കുട്ടികളെയും വളർത്തിയെടുക്കണ്ടേ, ബെൽറ്റ് ഇടാതെ നിവർത്തിയില്ല, കുമ്പിട്ട് നീർന്നുള്ള ജോലികൾ ചെയ്യരുത്, കൂടുതൽ കിടക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എങ്കിലും എനിക്ക് ഏറ്റവും വലുത് അമ്മ മാതാവിൻ്റെ തൈലവും ഉപ്പാണ്. അതാണ് എൻ്റെ മരുന്ന് എന്ന് പറയുന്നത്. ഞാൻ എന്നിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ തൈലം നടുവിന് തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് ഇപ്പോൾ ബെൽറ്റ് ഞാൻ 1 വർഷമായിട്ട് ഇപ്പോൾ ബെൽറ്റ് ഉപയോഗിക്കുന്നില്ല, ജോലികളെല്ലാം ചെയ്യുന്നു, സുഖമായിട്ട് എനിക്ക് എല്ലായിടത്തും പോകാൻ സാധിക്കുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ശരിക്കും ബ്യൂട്ടീഷ്യനാണ്. അപ്പോൾ എനിക്കിങ്ങനെ രോഗികളെയൊക്കെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിലും ഉടമ്പടി എടുത്തതിന് ഭാഗമായി ഞാൻ അറിയാതെ തന്നെ ഞാൻ തന്നെ ഇങ്ങനെ രോഗികളെ ആണെങ്കിലും ശുശ്രൂഷിക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും ഞാൻ മുന്നിട്ട് ഇങ്ങോട്ട് നമ്മളോട് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ സ്വയം അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും, അതേപോലെ ഞങ്ങൾ ഈ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉള്ള സ്ഥലത്ത് എല്ലാ മാസങ്ങളും പോവുകയും അവരെ ശുശ്രൂഷിക്കുകയും കിച്ചണിലാണെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ സഹായിച്ചു കൊടുക്കുന്നു, എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ മുടങ്ങാതെ ഞാൻ കുർബാനയ്ക്കും കുമ്പസാരം, അതേപോലെ കൊന്ത, ബൈബിള് എല്ലാം മുടങ്ങാതെ ഇതുവരെ, ഇതിന് മുന്നേ ഒന്നും ഞാനിതൊന്നും അത്ര കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. മിക്കപ്പോഴും കുടുംബ പ്രാർത്ഥന മുടങ്ങിപ്പോവും. എപ്പോഴും എത്തിക്കണമെന്ന് വിചാരിച്ചാലും എനിക്ക് സമയം കിട്ടില്ല, ചിലപ്പോഴൊക്കെ സമയം കിട്ടാറുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. ചിലപ്പോൾ എത്തിക്കും, ചിലപ്പോൾ എത്തിക്കില്ല, ആ ഒരു ഇതായിരുന്നു. എങ്കിലും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ നിമിഷം വരെ എൻ്റെ കുടുംബ പ്രാർത്ഥനയോ ഞായറാഴ്ചത്തെ ഞായറാഴ്ച പള്ളിപ്പോക്കോ കൊന്തയോ ബൈബിളോ ഒന്നും മുടക്കം വരുത്തിയിട്ടില്ല. എല്ലാം സമയം കണ്ടെത്തി ഞാൻ ചെയ്തതിന് ശേഷമേ ബാക്കി കാര്യങ്ങൾ ചെയ്യൂ. ഇത്രയും കോടാനുകൂടി നന്ദി അമ്മ മാതാവും ഈശോയ്ക്കും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെയും മാറ്റിയതിനും, അതേപോലെ എനിക്കുണ്ടായിരുന്ന ആ ഒരു വിശ്വാസവും കൃപയും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹസ്ബൻഡിനും കൊടുക്കണേ അമ്മേ എന്നും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എനിക്കുണ്ടായ ആ ഒരു അനുഭവവും വിശ്വാസവും അവർക്കും കിട്ടണം എന്നുള്ള ഒരു ഇതെനിക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഹസ്ബൻഡിനാണെങ്കിലും അമ്മ മാതാവും ഈശോയ്ക്കും തന്ന എല്ലാ കോടാനുകൂടി. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, വിദേശത്താണ്. അപ്പോൾ ഞങ്ങൾ ലീവിന് വന്നു കഴിയുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും. ഇനിയും മുന്നോട്ട് ഞാൻ ഈ ഒരു ഉടമ്പടി ജീവിതത്തിലൂടെ തന്നെ ആയിരിക്കും ഞാൻ പോവുക.
എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വചനമാണ്. ഉടമ്പടി എന്നത് ദൈവത്തിൻ്റെ നിത്യസ്നേഹത്തിന് നമ്മൾ നൽകുന്ന ഒരു മറുപടിയാണ്, ഒരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. ദൈവം പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കും. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ പറയുന്നത് ദൈവത്തിൻ്റെ കൂടെ നടക്കാനുള്ള, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹമാണ്, ഒരു വാഗ്ദാനമാണ് നമ്മൾ ഉടമ്പടിയിൽ ചെയ്യുന്നത്. നമ്മളോടൊപ്പം നടക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടിയിൽ വാഗ്ദാനം ദൈവം. ദൈവം പറയുന്നത് ഞാൻ നിന്നോടൊപ്പം നടക്കുമെന്നാണ്. ഉടമ്പടി വഴി ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്കൊരു വലിയ ശക്തിയാണ് ലഭിക്കുന്നത്. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഒരു സ്ഥിരതയുള്ള ഒരു ഡിസിപ്ലിനായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് നമ്മുടെ ഉടമ്പടി ജീവിതം നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ആ ജീവിതം അനുഭവിക്കാൻ നമ്മെ നയിക്കുന്നത് കൃപാസനം അമ്മയാണ്. പരിശുദ്ധ അമ്മ ഈശോയിലേക്ക് നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ദൈവസ്നേഹം നിത്യവും മാറ്റമില്ലാത്തതും അചഞ്ചലവുമായ ആ സ്നേഹത്തിലേക്ക് കൃപാസനം അമ്മയാണ് നമ്മെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ നിത്യസ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന ഒരു വലിയ മാർഗമാണ്, ഒരു ആത്മീയ ബന്ധമാണ് ഉടമ്പടി. ഇന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഓരോ പ്രശ്നങ്ങളും, എന്ത് പ്രശ്നമായാലും, ബുദ്ധിമുട്ടായാലും, രോഗാവസ്ഥയോ കടബാധ്യതയോ ജോലിയില്ലായ്മയോ, എന്ത് ബുദ്ധിമുട്ടായാലും ഏത് പ്രശ്നമായാലും ഇന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു വലിയ ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി. ഈ ഉടമ്പടിയിൽ കൂടെ നമ്മൾ എന്ത് ആവശ്യമാണെങ്കിലും ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഈശോയും അമ്മയും അത് ഏറ്റെടുക്കുന്നതായിട്ടാണ് ഓരോ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലിൻസി ഷനോജിൻ്റെ സാക്ഷ്യവും അതുതന്നെയാണ് നമ്മളോട് പറയുന്നത്. കർത്താവിൻ്റെ അചഞ്ചലമായ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു സഹോദരിയുടെ ഒരു ദൈവാനുഭവ സാക്ഷ്യം. ഉടമ്പടിയിൽ നമ്മൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളെ കൈവിടാത്ത ഒരു ദൈവമാണ്, നമ്മെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ്. നമ്മുടെ ഏത് കാര്യത്തിനും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിലിടപെടുന്ന ഒരു അമ്മയാണ്. കാനായിലെ കല്യാണത്തിന്, വിവാഹ വിരുന്നിൽ, അവരുടെ കുടുംബ സംബന്ധമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട ആ അമ്മ തന്നെയാണ് കൃപാസനം അമ്മ. ഇന്ന് നമ്മുടെ കുടുംബ കാര്യങ്ങളിൽ എന്ത് പ്രശ്നമായാലും അമ്മയോട് പറഞ്ഞാൽ അമ്മ ഇടപെട്ട് നമ്മെ സഹായിക്കുന്ന ഒരമ്മയാണ്. നമുക്കൊരു വഴി തുറന്നു തരുന്ന ഒരമ്മയാണ്. നമ്മെ മുന്നോട്ട് കരം പിടിച്ച് വഴി നടത്തുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. ആ അമ്മയുടെ അരികിലേക്ക് വന്ന് പ്രാർത്ഥിക്കുന്നവരെ കണ്ണുനീര് കാണാത്ത അമ്മയല്ല അമ്മ. കൃപാസനം അമ്മ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന അമ്മയാണ്. നമ്മുടെ ഈ ജെറമ്യായുടെ പുസ്തകത്തിൽ 31-ാം വചനത്തിൽ ചാപ്റ്ററിൽ 3-ാം വചനത്തിൽ വായിച്ചതുപോലെ, വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനെ അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നുള്ള വിശ്വസ്തത അചഞ്ചലവും. ഉടമ്പടി അതാണ്. നമ്മളോടുള്ള സ്നേഹം അചഞ്ചലമായ സ്നേഹമാണ്. അനന്തമായ ആ സ്നേഹത്തിലേക്കാണ് കൃപാസനം അമ്മ നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ആ സ്നേഹം അനുഭവിച്ചറിയാൻ നമുക്കും അവസരം ലഭിക്കട്ടെ, അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നിത്യസ്നേഹം എന്നും സമയത്തെത്താനും സാഹചര്യങ്ങളാലും നമ്മുടെ ദൗർബല്യങ്ങളാലും ചിലപ്പോൾ ആ സ്നേഹം അനുഭവിക്കാൻ സാധിക്കാതെ വരും. ആ സ്നേഹം അടുത്തറിയാൻ കൃപാസനം അമ്മ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നാലും പരാജയത്തിൽ നിന്ന് നിരാശപ്പെട്ടാലും ദൈവത്തിൻ്റെ സ്നേഹം കുറയുന്നില്ല. ദൈവകൃപ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ സ്നേഹം അടുത്തറിയാൻ നമുക്കെല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലിൻസിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ഈ ദൈവത്തിൻ്റെ സ്നേഹം, അചഞ്ചലമായ ആ സ്നേഹവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും അനുഭവിച്ചറിഞ്ഞ ലിൻസിക്കും കുടുംബത്തിനും മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധ സ്ഥലത്ത് വരുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ പപ്പായും അമ്മയും അനിയനുമാണ്. ഞാൻ 2023 ഏപ്രിൽ 20-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കൃപാസനത്തിൽ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത് യൂട്യൂബ് വഴിയാണ്. അമ്മയാണ് ആദ്യം യൂട്യൂബിലൊക്കെ കൃപാസനത്തിലെ വീഡിയോകളും സാക്ഷ്യങ്ങളൊക്കെ കണ്ട് എന്നോട് ആദ്യം ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ആദ്യം എനിക്ക് മടിയായിരുന്നെങ്കിലും ഞാൻ പിന്നെ അത് സംബന്ധിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നു. ഇത് അൾത്താരിൽ കയറിയുള്ള എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ
അമ്മ മാതാവും ഈശോയും ചെയ്ത ഒരു വലിയ അനുഗ്രഹത്തെപ്പറ്റി സാക്ഷീകരിക്കാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പപ്പായ്ക്കൊരു കേസിലകപ്പെട്ട് ഒരു വലിയ പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. വളരെ സന്തോഷകരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയൊരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. പ്രതീക്ഷിക്കാതെയാണ് ഒരു കേസ് ഉണ്ടായത്. ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു. പല സമയത്തും ഒറ്റപ്പെടലുകളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. ആ സമയങ്ങളിൽ ഞാൻ ഉടമ്പടിയിലായിരുന്നു 3 വർഷമായിട്ട്. ഇന്നലെ ഉടമ്പടി എടുത്തിട്ട് 3 വർഷമായി. അപ്പം ഈ സമയം വരെ ഞാൻ കറക്റ്റായിട്ട് വലിയ പ്രതിസന്ധികളുടെ നടുവിലും ഇവിടെ വന്ന് ഉടമ്പടി കറക്റ്റായിട്ട് പുതുക്കുവാനും പത്രം കൊണ്ട് കൊടുക്കുവാനൊക്കെ എനിക്ക് സാധിച്ചു. ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഞാൻ പപ്പയെ റിമാൻഡ് ചെയ്തു. ആ സമയത്ത് ഞാനിവിടെ വന്നു. ജോസഫ് അച്ഛനെ കണ്ട് ഈ വിവരം പറയാൻ വേണ്ടി ഞാനിവിടെ വന്നു. ആദ്യം ജോസഫ് അച്ഛനെ കാണാനുള്ള ടോക്കൺ എടുക്കാൻ അവിടെ ക്യൂ നിന്ന സമയത്ത് അവിടുത്തെ ബ്രദർ എന്നോട് ആദ്യം പറഞ്ഞു, ഈ വിഷയം കേട്ടപ്പോഴത്തേക്കും പറഞ്ഞു, ഇതിവിടെ ഒന്ന് പറഞ്ഞതല്ലേ, നീ ഒന്ന് വന്ന് കണ്ടതല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ അന്നേരം പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് വരുവാ, ഈ വിഷയത്തിന് വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് മാതാവ് നേരത്തെ ആ ഒരു വിഷയം ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിന് വേണ്ടിയായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. ഞാൻ വളരെയധികം ഭാരപ്പെട്ടാണ് ക്യൂവിൽ നിന്നത്. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, ഞാൻ കരയുന്നത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ വന്ന് ഈ പ്രതിസന്ധിയുടെ സമയത്തും. അപ്പം ഒറ്റയ്ക്ക് ഇവിടെ വന്ന് വളരെയധികം ഭാരത്തോടു കൂടി ഞാൻ അവിടെ ക്യൂവിൽ നിന്നപ്പം എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആൻറ്റി പറഞ്ഞു, സാരമില്ല, വിഷമിക്കേണ്ട മോക്ക്, എന്ത് വിഷയമാണെങ്കിലും നമ്മൾ അമ്മയുടെ സന്നിധിയിലല്ലേ നിന്നിരിക്കുന്നത്, അതുകൊണ്ട് അമ്മ അതെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ ഇവിടെ വന്നു. ജോസഫ് അച്ഛനെ കണ്ടു വിവരം പറഞ്ഞപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞു, അപ്പനെ മാതാവ് കൊണ്ടുവരുമെന്ന് മാതാവ് ഒരു മെസ്സേജ് അച്ഛനോട് പറഞ്ഞു. ഞാൻ ശരിക്കും ഇവിടെ വന്ന് നിന്നപ്പം അച്ഛനെ കണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് സമാധാനത്തോടെ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മയോട്. അമ്മ എന്നോട് എന്തെങ്കിലും പറഞ്ഞാലേ എനിക്ക് ഇവിടുന്ന് സമാധാനത്തോടെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നതിനോട് പറഞ്ഞ് അപ്പനെ മാതാവ് കൊണ്ടുവരുമെന്ന്. ആ ഒരു പ്രതീക്ഷയും വിശ്വാസത്തിലും ഞാൻ ധൈര്യപ്പെട്ട് ഇവിടുന്ന് പോയി. പക്ഷേ വക്കീൽ എന്നോട് പറഞ്ഞു 90 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ പപ്പായ്ക്ക് 60 ദിവസം കഴിഞ്ഞപ്പം തന്നെ ജാമ്യം കിട്ടി. അത് വലിയൊരു അത്ഭുതമായിരുന്നു. എന്നാൽ പോലും കേസ് തീർന്നിട്ടില്ലല്ലോ, അത് കഴിഞ്ഞ് ഞാൻ സാക്ഷ്യപ്പെടുത്തോളാം എന്ന് അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു. അപ്പം പപ്പ ജാമ്യം കിട്ടി വന്ന ഉടനെ തന്നെ ഇവിടെ വന്നു. പപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പപ്പായും ഉടമ്പടി എടുത്തു. പപ്പയുടെ സ്വന്തം ഇഷ്ടത്തിന് വന്ന് ഉടമ്പടി എടുത്താണ്. ഞങ്ങൾ 3 പേരും, അമ്മയും നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം പപ്പായും ഉടമ്പടി എടുത്ത് ഞങ്ങൾ 3 പേരും ഉടമ്പടിയിലാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി വേജായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ടീച്ചറായിട്ട്. അപ്പം അവിടെ എനിക്ക് ഡെയിലി വേജിനാണ് ആദ്യം കിട്ടിയെങ്കിലും പിന്നീട് അവിടുത്തെ പോസ്റ്റിനൊക്കെ പ്രശ്നം വന്ന് എനിക്ക് അവിടുത്തെ ഡെയിലി വേജ് നഷ്ടപ്പെട്ടു. അവിടെ അന്നേരം ഡെയിലി വേജിന് പോലും വേക്കൻസി ഇല്ല. അപ്പം ഞാൻ വെറുതെ 3-4 മാസം വെറുതെ പോയി പഠിപ്പിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാനിവിടെ ഈ പ്രതിസന്ധിയുടെ സമയത്താണ്, അച്ഛനെ കാണാൻ വരുന്ന സമയത്താണ്. അപ്പം ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് സങ്കടം പറഞ്ഞിരുന്നു. ആ ഒരാഴ്ച ഞാൻ ആ സ്കൂളിലെ ജോലി നിർത്തി ആ സമയത്ത് അച്ഛനെ കാണാൻ വന്നത്. അപ്പം ഞാനിവിടെ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ജോലി പോലും ഇല്ല, വളരെയധികം പ്രതിസന്ധി കാണപ്പെടുകയാണെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. വെള്ളിയാഴ്ചയാണ് വന്നത്. ശനിയാഴ്ച എനിക്ക് പരിചയമുള്ളൊരു ടീച്ചർ ഇങ്ങനെ ഒരു സ്കൂളിലെ വേക്കൻസി ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് കണ്ടു. അപ്പം എനിക്ക് ആ സ്കൂൾ അറിയത്തില്ല, അതൊക്കെ ഞാൻ കണ്ടുപിടിച്ച് തിങ്കളാഴ്ച ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. തിങ്കളാഴ്ചത്തെ ഇൻ്റർവ്യൂവിൽ എനിക്കവിടെ ജോലി കിട്ടി. തിങ്കളാഴ്ച തന്നെ അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം ലീവ് വേക്കൻസി ആയിരുന്നു. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാതിരിക്കുന്ന വിഷമമാണ്. ഒരാഴ്ച എന്നെ മാതാവ് വീട്ടിലിരുത്തിയുള്ളൂ. കറക്റ്റ് എനിക്ക് സ്കൂൾ അടയ്ക്കുന്നവരെ ജോലി ചെയ്യാനായിട്ട് മാതാവ് സഹായിച്ചു. അപ്പം അതും എൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു അനുഗ്രഹമാണ്. പിന്നെ പപ്പയുടെ കേസിൻ്റെ കാര്യങ്ങൾ പിന്നെയും നടക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഹിയറിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അപ്പം മാതാവിൻ ജോസഫ് അച്ഛനോട് ഈ വിവരം ഒന്നുകൂടെ പറഞ്ഞു. അച്ഛാ 27-ാം തീയതിയാണ്, മാർച്ച് 27-ാം തീയതി ഒരു ഹിയറിംഗ് ഉണ്ട്, ലാസ്റ്റ് ഹിയറിംഗ് ആണെന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ഇവിടെ വന്ന് ഞാൻ കണ്ടതാണ്. അപ്പം അച്ഛൻ ആ കാര്യത്തിന് വീണ്ടും പ്രാർത്ഥിച്ചു. ഒന്ന് തിരിച്ചു പോയി. ആ സമയത്ത് ഡെയിലി ബ്രെഡിൽ ഒരു ദിവസം അച്ഛൻ രാവിലെ ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ 7 പറഞ്ഞൊരു സംഖ്യ കാണിക്കുന്നുണ്ട്, സമയമാണോ ഡേറ്റ് ആണോ എന്നറിയത്തില്ല, ആർക്കാണെങ്കിലും അത് പ്രാർത്ഥിച്ചോണോ എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു.
അപ്പം അതിന് ശേഷം എൻ്റെ ഉടമ്പടി തിരിയിലും 7 എന്ന് പറഞ്ഞൊരു സംഖ്യ ഇങ്ങനെ കാണിച്ചു. അത് കുറേ ദിവസം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ പപ്പായോടും അമ്മയോടൊക്കെ പറഞ്ഞ് 7 എന്ന് കാണിക്കുന്നുണ്ടല്ലോ, അച്ഛനും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതാണല്ലോ. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ മുന്നിലെ ഇപ്പം ജനുവരി 2026 ജനുവരി എനിക്ക് പുതുക്കേണ്ട സമയമായിരുന്നു. അപ്പം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയപ്പം 1ാമത് വെച്ച നിയോഗം പപ്പായുടെ കേസ് തീർപ്പാക്കി തരണമെന്നാണ്. അപ്പം ഇതിന് ശേഷമായി 7 എന്ന് പറയുന്ന സംഖ്യ കാണുന്നത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ 1ാമത്തെ നിയോഗം അതാണല്ലോ, അപ്പം കേസിൻ്റെ കാര്യം വല്ലതും ഇനി ഏപ്രിൽ 7 വരെ കേസ് നീണ്ടു പോകുമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. എന്നാൽ എനിക്ക് അപ്പോഴും വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാനിങ്ങനെ വീട്ടിലിരുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ സ്വപ്നത്തിൽ വീട്ടിലെ പപ്പായുടെ അമ്മയുടെ മുറിയിലൊരു ഫാത്തിമ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയുടെ അടുത്ത് ഇങ്ങനെ ഭിത്തിയിലൊരു മഴവില്ല് തെളിഞ്ഞു വരുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അപ്പം മഴവില്ല് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പപ്പായോടും അമ്മയോടൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സ്വപ്നം കണ്ടത് മാതാവിൻ്റെ അടയാളമാണ്, മാതാവ് നമ്മുടെ കൂടെ ഉണ്ട്, ഒന്നും പേടിക്കേണ്ടെന്ന് വീണ്ടും പറയുന്നതാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. അപ്പം അതിനുവേണ്ടി ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ഓരോ സമയത്തും മാതാവ് ഇങ്ങനെ അടയാളമൊക്കെ തരുന്നുണ്ട്, കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കിതൊരു വലിയ പ്രതിസന്ധി ആയതുകൊണ്ട് എനിക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. കേസിൻ്റെ വിധി എങ്ങനെയായി തീരുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു തവണ ലാസ്റ്റ് ഹിയറിംഗ് എന്നും പറഞ്ഞ് ഏപ്രിൽ 6-ാം തീയതി ഹിയറിങ്ങിന് വിളിച്ചു. അപ്പം പപ്പ രാവിലെ ഇവിടെ നിന്ന് പോയി. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു, ഇന്നുകൊണ്ട് തീരുമോ, കേസ് തീരുമോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞമ്മേ 7 എന്ന് മാതാവ് കാണിച്ചിട്ടുണ്ട്, അപ്പം ചിലപ്പം ഇന്ന് വിളിച്ചിട്ട് ചിലപ്പം നാളെയും കൂടെ വരാൻ പറയുമായിരിക്കും, നാളെ ഏപ്രിൽ 7 ആണല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പപ്പ തിരിച്ചു വന്നപ്പം പറഞ്ഞു നാളെ വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു. കറക്റ്റ് ഏപ്രിൽ 7-ാം തീയതി കൊണ്ട് കേസ് തീർന്നു. ഒരു ശിക്ഷയും ഇല്ല. പപ്പായെ വെറുതെ വിട്ടു. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ചെയ്ത് വലിയൊരു അത്ഭുതമാണ്. വലിയൊരു കേസായിരുന്നു. എല്ലാവരും പറഞ്ഞത് ശിക്ഷ കിട്ടുമായിരിക്കും, കേസ് തീർന്നാലും ചെറിയൊരു ശിക്ഷ കാണുമെന്നൊക്കെ പറഞ്ഞു. എന്നാലും മാതാവ് ചെയ്ത് വലിയൊരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്. കാരണം മാതാവ് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് മാതാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉടമ്പടി എടുക്കാനൊക്കെ ഉള്ളൊരു ആഹ്വാനം തരും. അതുപോലെയാണ് എനിക്കിതിനെ തോന്നിയത്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു വലിയ ദുരന്തമാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഉടമ്പടി എടുക്കാൻ എനിക്കും അമ്മയ്ക്കും അതിന് മുമ്പ് എടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ പപ്പായും എടുത്തല്ലോ. അപ്പം ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞങ്ങൾ പിടിച്ചു നിന്നത് ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് മാത്രമാണ്. ഈ പ്രതിസന്ധിയുടെ സമയത്ത് ഞാൻ എന്നും പത്രം കൊടുക്കുമ്പോഴൊക്കെ മാതാവിനെക്കുറിച്ച് പറയാൻ, ആദ്യം ഈ പ്രതിസന്ധി ഒന്നും ഉണ്ടാകാത്ത ഞങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പത്രം കൊടുക്കുമെന്നല്ലാതെ വലിയതായിട്ടൊന്നും ഒത്തിരി കാര്യങ്ങളൊന്നും എനിക്ക് പറയാനൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ പറയും. എന്നാൽ പോലും ഇത്രയും ബുദ്ധിമുട്ടിൻ്റെ സമയത്താണ് എനിക്ക് ആളുകളോട് ഒത്തിരി കാര്യങ്ങൾ, മാതാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയാനൊരു ആവേശം ഉണ്ടായി. ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. എൻ്റെ കയ്യിൽ കാശ് രൂപമൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ച് അറിയാത്തവർക്ക് പോലും കാണുമ്പം, ചിലപ്പം ബസ്സിലൊക്കെ വെച്ച് കാണുന്നവരോട് സംസാരിക്കുമ്പം അവരിങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പം ഞാൻ അവർക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ബ്ലസ് ചെയ്ത കാശ് രൂപമൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാരുണ്യപ്രവൃത്തി ഒന്നും ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ സാധിച്ചു. അതുപോലെ നേർച്ച വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവന്ന് ഓരോരുത്തർക്ക് കൊടുക്കും. ഒരു തവണ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു ടീച്ചർ ഇങ്ങനെ, ഞാൻ വെറുതെ ഇവിടുത്തെ ആൾക്കാരുടെ ഫോട്ടോ എടുത്ത് ടീച്ചറിന് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അയച്ചു കൊടുത്തു. അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചത് എവിടെയാണ്? ഞാൻ പറഞ്ഞു കൃപാസനത്തിലാണ്. അപ്പം ടീച്ചർ എന്നോട് പറഞ്ഞു ടീച്ചർ പ്രഗ്നൻ്റ് ആണ്, അപ്പം സ്കാനിങ്ങിൽ പ്രോബ്ലം ഉണ്ട്, പ്രശ്നമുണ്ടെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരിക്കുവാണ്, എനിക്ക് പേടിയാണ്. ടീച്ചർ ഒരു ഹിന്ദു വിശ്വാസിയാണ്, അപ്പം എനിക്ക് പേടിയാണ്, എനിക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഉപ്പും തേനും കാശുരൂപവും മാതാവിൻ്റെ ഒരു ഫോട്ടോയും വാങ്ങിച്ചു കൊണ്ടുവന്ന് പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചറിന് കൊടുത്തു. ടീച്ചറിനോട് ഞാൻ പറഞ്ഞു ഇത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചോ, അടുത്ത സ്കാനിങ്ങിൽ ഒരു കുഴപ്പവും കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പം കഴിഞ്ഞ ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞു സ്കാനിങ് വീണ്ടും ഒരു സ്കാനിങ് കൂടെ കഴിഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതും എനിക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുമ്പ് സാക്ഷ്യം പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ മാതാവ് ചെയ്ത വലിയ അനുഗ്രഹം, നന്മയാണ്. ഇപ്പം ഞങ്ങൾക്ക് പുതിയതായിട്ടൊരു ജീവിതമാണ് മാതാവ് തന്നിരിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് മുന്നേറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞങ്ങൾ മുടങ്ങാതെ ജപമാല ചൊല്ലാറുണ്ട്, പ്രാർത്ഥിക്കും. സാക്ഷ്യവും രാവിലത്തെ ഡെയിലി ബ്രെഡും ഒക്കെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടും. ചൊവ്വാഴ്ചത്തെ ധ്യാനം എല്ലാം മുടങ്ങാതെ കൂടുന്നുണ്ട്. അത് ഞാൻ എല്ലാവർക്കും
ഷെയർ ചെയ്ത് കൊടുക്കുകയും മറ്റുള്ളവരുടെ പ്രാർത്ഥനാ വിഷയവും കൂടെ ഞാൻ അതിൽ കമൻ്റ് ഇട്ട് പ്രാർത്ഥിക്കാറുണ്ട് ലൈവിൽ, പിന്നെ സ്റ്റാറ്റസ് ഇടും. പിന്നെ അങ്ങനെ ചെറുതും വലുതുമായ ധാരാളം കാര്യങ്ങൾ മാതാവിൻ്റെ ജീവിതത്തിൽ ചെയ്തു. ബൈബിള് വായിക്കുന്നുണ്ട്. യേശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അമ്മ തന്ന ഞാൻ ഉടമ്പടി എടുക്കാൻ കാര്യമായി മോന് വിറവലും പനിയുണ്ടാകുമായിരുന്നു. കൂടെ 13 വയസ്സ് വരെ കുഞ്ഞിന് വിറവലും പനിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അത് കാരണം അങ്ങനെ പേടിച്ച് ഞാൻ മാതാവേ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാമെന്ന് നേർന്നു കഴിഞ്ഞെങ്കിലും എനിക്ക് പേടിയായിരുന്നു ഉടമ്പടി എടുക്കാൻ. പിന്നെ മോളെ കൊണ്ട് ഞാൻ ആ ഉടമ്പടി എടുപ്പിച്ചു. എന്നിട്ടും പിന്നെ ഞാൻ ഒത്തിരി ഉടമ്പടി എടുക്കാതെ നിന്നു. അന്നേരം എൻ്റെ കണ്ണിന് ഭയങ്കരമായിട്ട് മൂടൽ സംഭവിച്ചു. ദൂരെയുള്ള ആൾക്കാരെ ഒന്നും കാണാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വന്നു. പിന്നെ ഞാൻ ഓർക്കും മാതാവേ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കാഞ്ഞിട്ടായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. പിന്നെ ഞാനത് ആശുപത്രിയിൽ പോയി ഒന്ന് കാണിച്ചു. അപ്പോൾ അവിടുന്ന് ഒരു തുള്ളിമരുന്ന് തന്നു. ഇത് കുറഞ്ഞില്ലെങ്കിൽ പിന്നെ വരണമെന്ന് പറഞ്ഞു. എനിക്ക് ആശുപത്രി പോകാനും മരുന്ന് കഴിക്കാനൊക്കെ എല്ലാത്തിനും പേടിയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി. അപ്പോൾ അവർ തുള്ളിമരുന്ന് തന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഒഴിച്ചെങ്കിലും എനിക്ക് കണ്ണിന് അത് ഒഴിക്കുമ്പം തന്നെ കരികരിപ്പ് കൂടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ പിന്നെ 2 ദിവസം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ അത് ഒഴിച്ചിട്ടേ ഇല്ല. അത് തനിയെ ഉടമ്പടി തൈലം കൊണ്ട് തനിയെ മാറിപ്പോവായിരുന്നു. അതാ കുഞ്ഞിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ. ഹിരണ്യയുടെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരപ്പോഴത്തേന് ഒരു കുഴപ്പമില്ലാതെ എല്ലാത്തിനും നന്ദി പറയുന്നു. എക്കോ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഇച്ചിരി പ്രതിസന്ധിയൊക്കെ ആ സമയത്തുണ്ടായി. അപ്പം വീണ്ടും ഡോക്ടർ പറഞ്ഞു ഒരു എക്കോ ചെയ്തിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു നാളുകൾ ഈ അടുത്ത നാളുണ്ടായി. ഒരു 60-65 ദിവസത്തോളം സബ് ജയിൽ കഴിയേണ്ടി വന്നു. അത് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. എങ്കിലും നമുക്ക് മറ്റ് ദേഹോപദ്രവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ലെങ്കിലും എൻ്റെ കുടുംബം ഞങ്ങളും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചും ജയിലിൽ ഞാൻ ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് വായിക്കുന്ന 70-ാം സങ്കീർത്തനമാണ്. അത് വായിച്ച് ഞാൻ അമ്മയോട് പറയും എനിക്ക് ഈ ക്രിസ്മസിന് മുമ്പായി എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളൊത്ത് ഭവനത്തിൽ കഴിയണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതായത് ഡിസംബർ 15-ാം തീയതി എനിക്ക് യാമി ലഭിച്ചു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തീർന്നു. എങ്കിലും പിന്നെ ഈ കേസ് മുന്നോട്ട് പോയെങ്കിലും ദൈവം പരിശുദ്ധ അമ്മ ഞങ്ങളെ ഞാൻ വന്ന ഉടനെ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ ഗോവയെ സേവിക്കുന്ന പറയുന്ന പ്രകാരം ഞങ്ങൾ ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾ ഒന്നിച്ച് നല്ല വീട്ടിലെ കുടുംബ പ്രാർത്ഥനകളും രാവിലത്തെ അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ കൂടുന്നുണ്ട്. കൃത്യമായിട്ട് ബൈബിള് അരമണിക്കൂർ വെച്ച് വായിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ കേസ് നമ്മളിൽ നിന്ന് തള്ളിപ്പോവുകയും ദൈവപരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതിന് അമ്മയ്ക്കും തിരുകുമാരനും കൂടാനും കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ കുഞ്ഞിന് മോന് കിഡ്നിയുടെ പ്രവർത്തനം 2 കിഡ്നിയിൽ ഒരു കിഡ്നി പ്രവർത്തനം സൂപ്പെട്ടു എങ്കിലും ഒരു പ്രവർത്തനമില്ലായിരുന്നു എന്ന് അന്ന് ഒരു കിഡ്നിയുടെ വലിപ്പം വ്യത്യാസം ഉണ്ടായിരുന്നു. ആദ്യം 2.5 വയസ്സിലൊരു ഓപ്പറേഷൻ ചെയ്തപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു ഒരു കിഡ്നിയുടെ വലിപ്പം കുറവാണെന്ന് പറഞ്ഞു. അത് ഈ അടുത്ത നാളിൽ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നപ്പം എന്നോട് കൊച്ചിനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് കിഡ്നിയുടെ പരിശോധന ചെയ്യണമെന്ന് പറഞ്ഞു അതിന് ഇച്ചിരി വലിപ്പക്കുറവുണ്ട്, പിന്നെ വളർച്ച ഉണ്ട്, കുറവുണ്ട്, അതുകൊണ്ട് പ്രവർത്തനമുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് 6 മാസം കൂടുമ്പം ചെക്ക് ചെയ്ത് നിങ്ങൾ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അതും പ്രകാരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന് പ്രവർത്തനമുണ്ട്. ഇനി അടുത്ത ഒരു ടെസ്റ്റുണ്ട്. ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കി നടത്തുന്നു. അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ, മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക? ജോബിൻ്റെ പുസ്തകം 17-ാം അധ്യായം 3-ാം വചനമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ മനുഷ്യരെ ആശ്രയിക്കുമ്പോൾ ഒരുപക്ഷെ നിരാശപ്പെടാം. എന്നാൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ
ദൈവം മാത്രമാണ് ഉറച്ച ഉറപ്പ്. ദൈവം നമ്മുടെ വലത് ഭാഗത്തുണ്ടെങ്കിൽ, നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുമെങ്കിലും അതെല്ലാം താങ്ങുവാനും അതെല്ലാം തരണം ചെയ്യുവാനുമുള്ള ശക്തിയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ ദൈവമാണ് നമ്മുടെ ഉറപ്പ്. മനുഷ്യർ വിട്ടുപോയാലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം വന്നാലും ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവം നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കും. നമ്മുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്, നമ്മെ അറിയാവുന്ന, നമ്മുടെ അടുത്തറിയുന്ന, നമ്മുടെ കൂടെയുള്ളൊരു ദൈവമാണ് നമ്മുടെ കൂടെ ഉടമ്പടിയിലുള്ളത്. സഹായമില്ലാത്ത സാഹചര്യങ്ങളിൽ ദൈവമാണ് നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. ഈ മകൻ്റെ കേസിൻ്റെ ലാസ്റ്റ് ഡേ, കേസ് തീർന്നു കിട്ടിയ ദിവസമാണ് 7-ാം തീയതി. പരിശുദ്ധ അമ്മയുടെ കൂടെ നിന്നുകൊണ്ടപ്പോൾ, പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ ചേർന്ന് നിന്നപ്പോൾ ഈ മകൾ പറഞ്ഞത്, എല്ലാ പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഉടമ്പടിയിലായിരുന്നുകൊണ്ടാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മ വന്നപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തം വരുന്നു എന്ന് പറഞ്ഞാണ് അമ്മ വന്നത്. ഈ മകളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തപ്പോൾ മകൾക്കും തോന്നിയത്, എന്ത് ദുരന്തം വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഉടമ്പടിയിലാണെങ്കിൽ ഈശോയും അമ്മയും കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ടാവും എന്ന ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഉറച്ച വിശ്വാസത്തിലാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ തന്നെയാണ് അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചതും. മഴവില്ലിലൂടെയും സുഗന്ധാഭിഷേകത്തിലൂടെയും ഒക്കെ പരിശുദ്ധ അമ്മയുടെ അടയാളം, അതായത് സാന്നിധ്യമാണ് ഈ മകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ എന്തൊക്കെയായാലും ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന സഞ്ചാരി മാതാവ്, സമയത്തിന് മേൽ അധികാരമുള്ള, സമയഘടികാരം നെഞ്ചി ചാർത്തി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട കൃപാസനം അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു, നമുക്ക് വേണ്ടി നമ്മളെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്നു. ആ അമ്മയുടെ സ്നേഹത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കാം. നമുക്കും ആ സങ്കീർത്തൻ്റെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങൾ, അസാധ്യമെന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ, മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക? നമ്മുടെ എല്ലാ കേസുകളും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിനെ എല്ലാം ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്റ്റെഫി ജോർജിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. മാർട്ടീന, ഇതെൻ്റെ ഹസ്ബൻഡ് വിവേക്, 2 മക്കൾ. ഇത് മൂത്തയാൾ ഐറീൻ, ഇളയാൾ ഇവാഞ്ചലിൻ. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടെ വന്ന് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി സാക്ഷ്യം പറയാൻ സാധിച്ചതിന് 1000 കോടി നന്ദി ഞങ്ങൾ പറയുന്നു. ഞങ്ങളുടെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മോളെക്കുറിച്ചാണ്. ഞങ്ങൾ ഒക്ടോബർ 2024 ഒക്ടോബർ 1-ാം തീയതി ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഒരു കുഞ്ഞുവാവയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ ഓർത്തു ഈശോയോടൊരു ഉടമ്പടി എടുത്ത്, പരിശുദ്ധമ്മയുടെ അടുത്തൊരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഞങ്ങൾക്കൊരു കുഞ്ഞുവാവേനെ വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒക്ടോബർ 1-ാം തീയതി ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഞങ്ങൾ 3 മാസം ആ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങി. അങ്ങനെ ഞങ്ങൾ ജനുവരിയിൽ ഞങ്ങൾ പ്രഗ്നൻ്റായി. ഞങ്ങൾ കാനഡയിലാണ് ഉള്ളത്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഫാമിലി ഡോക്ടറിനെ കാണണം ഫസ്റ്റ്. അപ്പം ഞങ്ങളങ്ങനെ പോയി ഫാമിലി ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പ്രഗ്നൻസി കൺഫേം ചെയ്തു. ഞങ്ങളെ സ്കാനിങ്ങിന് വിട്ടു. സ്കാനിങ്ങിന് ചെന്ന് അപ്പോൾ ശരിക്കും 1.5 മാസം പ്രഗ്നൻ്റാണ് ഞാൻ. ഞങ്ങൾ സ്കാനിങ്ങിന് ചെന്ന് സ്കാനിങ് ടൈമിൽ അവർ എന്നെ തന്നെയാണ് സ്കാനിങ്ങിന് കയറ്റിയേക്കുന്നത്. അവർ പല പ്രാവശ്യം പലർ വന്ന് സ്കാൻ ചെയ്യുന്നു, അവിടുത്തെ ഡോക്ടേഴ്സിനെ വിളിച്ച് സ്കാൻ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ എല്ലാവരും മാറി വരുന്നു. ഒരു ഭയങ്കര ടെൻഷനായിട്ട് സ്കാൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞപ്പം എനിക്ക് തോന്നി എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷോൾഡർ പെയിന്, ചെറുതായിട്ട് സ്പോട്ടിങ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പം എനിക്കുള്ള പ്രശ്നങ്ങളെല്ലാം ട്യൂബുലാർ പ്രഗ്നൻസിയുടെ സിംറ്റംസാണ്.
അപ്പം ഞങ്ങളിങ്ങനെ എനിക്കങ്ങനെ ഭയങ്കര ടെൻഷനായി. അപ്പം ഞാനിങ്ങനെ വിവേകിനോട് പറയും, ഇത് ഇങ്ങനെ ട്യൂബുലാർ പ്രഗ്നൻസി വല്ലതും ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പം വിവേക് പറയും, നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് കിട്ടുന്ന കൊച്ചല്ലേ, അപ്പോൾ ഒരിക്കലും ഈശോ അത് തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഞങ്ങളുടെ സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തിട്ട് ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവർ ഞങ്ങൾക്കൊരു സീൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നിട്ട് പറഞ്ഞു, ഇപ്പം തന്നെ ഞങ്ങളോട് എമർജൻസിയിൽ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരോട് ഞങ്ങൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, നേരെ ഹോസ്പിറ്റൽ എമർജൻസിയിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എമർജൻസിയിൽ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഫാമിലി ഡോക്ടറിനെ ഞങ്ങൾ വിളിച്ചു. അപ്പോൾ അവർക്ക് നമ്മളുടെ റിപ്പോർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് അവർക്ക് റിവീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു, ഞങ്ങളിങ്ങനെ പോവുകയാണ്, എമർജൻസിയിൽ പോവുകയാണ്, എന്താ കാര്യം എന്നറിയത്തില്ല, ഞങ്ങളോടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആ ഡോക്ടർ പെട്ടെന്ന് നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ട്യൂബുലാർ പ്രഗ്നൻസി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എമർജൻസിയിൽ പെട്ടെന്ന് പോകണം, കാരണം ഓൾറെഡി 1.5 മാസമായി, അപ്പം റിസ്ക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിലെത്തി. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തുമ്പം കറക്റ്റ് 7 മണിയാണ്. അപ്പം കാനഡ ടൈം 7 മണി, രാത്രി 7 മണിക്കാണ് ഇവിടുത്തെ ഡെയിലി ബ്രെഡ് ലൈവ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കാറിലിരുന്നിട്ട് ആദ്യം ഞങ്ങൾ ഓർത്തു ഹോസ്പിറ്റലിലേക്ക് കയറി പോകണോ അതോ ഡെയിലി ബ്രെഡ് കൂടണോ എന്നിങ്ങനെ ചിന്തിച്ചു. പിന്നെ ഞങ്ങൾ ഓർത്തു ഈ 15 മിനിറ്റിൽ ഏതായാലും ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളുടെ കുഞ്ഞിനെ അവർക്ക് രക്ഷിച്ചെടുക്കാനും പറ്റില്ല. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, നമുക്ക് എന്താണെങ്കിലും ഈ 15 മിനിറ്റ് അല്ലേ, ഈ 15 മിനിറ്റ് ഡെയിലി ബ്രെഡ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയേച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് രണ്ടുപേരും കൂടെ ഡെയിലി ബ്രെഡ് കൂടി. അന്ന് ഒരിക്കലും ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. അന്ന് കറക്റ്റായിട്ട് അച്ഛൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വൈറൽ ഗർഭസ്ഥ ശിശുക്കൾക്കും ഉദരത്തിൽ നിന്ന് മരിച്ചു പോകുന്ന ശിശുക്കൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ട് അച്ഛൻ അങ്ങനെയായിരുന്നു അന്നത്തെ ടോപ്പിക്ക്. ഞങ്ങൾ അന്നേരം പറഞ്ഞു, ഇത് നമുക്ക് വേണ്ടി തന്നെ ഇന്ന് അച്ഛൻ ഈ ടോപ്പിക്ക് പറഞ്ഞതാണ്, നമ്മളുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി തന്നെ ഈശോ ഇന്ന് അച്ഛൻ ഈ ഒരു ഇത് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് കൂടി അവിടുന്ന് കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഈശോയെ, പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളെ പരീക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. കാരണം ഇതിനു മുമ്പ് ഞങ്ങൾക്കൊരു പ്രഗ്നൻസി ഉണ്ടായിരുന്നു 2022. അതൊരു 5 മന്ത് ആയ സമയത്ത് അത് ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു. അത് ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പായിട്ട് ഈ പിള്ളേർ ഈശോയുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു ഇതും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വരുമ്പം ഭയങ്കര ടെൻഷനായിരുന്നു, ഇനിയും ഞങ്ങളെ ഈശോ പരീക്ഷിക്കാൻ പോവുകയാണോ. അപ്പം ആ ഒരു ഇതിൽ നിന്ന് ഇവൾക്കും ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അവളും ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കും, എനിക്ക് മാത്രം ഒരു ബേബീനെ എന്താ ഇല്ലാത്തേ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പ്രഗ്നൻസിയിൽ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇവളും ഒത്തിരി ആഗ്രഹിച്ച് ഈശോയോട് പ്രാർത്ഥിച്ച് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ച് അങ്ങനെ കിട്ടിയൊരു ബേബിയാണ്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇവർ ഞങ്ങളുടെ റിപ്പോർട്ട് കൊണ്ട് അന്ന് അവിടെയുള്ള ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങളോട് വന്ന് പറഞ്ഞു, ഗൈനക്കോളജിസ്റ്റ് ഡെലിവറി റൂമിലാണുള്ളത്, കുറച്ച് നേരം ലേറ്റ് ആകും, അപ്പം ഞങ്ങൾ റിപ്പോർട്ട് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർ റിപ്പോർട്ട് കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പം ഓൾറെഡി ഞങ്ങളുടെ ലാസ്റ്റ് ടൈം പ്രഗ്നൻസി ഹാൻഡിൽ ചെയ്ത ഡോക്ടറുണ്ട്. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ഈ ഒരു ഇതിലൂടെ കടന്നു പോയതുകൊണ്ട് ഞങ്ങൾ പേഴ്സണലി ഡോക്ടറിനെ അറിയാം. അപ്പം നെക്സ്റ്റ് പ്രഗ്നൻസി വന്നാൽ ഫസ്റ്റ് തന്നെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തോളുക, വേറെ ആരെയും കാണിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഡോക്ടറിന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ റിപ്പോർട്ട് കണ്ടപ്പം പറഞ്ഞു, എനിക്ക് കുട്ടീനെ അറിയാവുന്നതാണ്, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഫ്രീ ആയപ്പോൾ ഡോക്ടർ ഇറങ്ങി വന്നു. അപ്പോൾ ആ സമയം ഫുള്ള് ഞാൻ ശരിക്കും ഭയങ്കര ഡെസ്പായി. ഞാൻ ഇടയ്ക്ക് പ്രയർ ചെയ്യും, ഇടയ്ക്ക് എനിക്ക് സങ്കടം വരും, ഞാൻ കിടക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. വിവേക് കണ്ടിന്യൂസായി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു, അതുപോലെ നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നെ കുറേ സാക്ഷ്യങ്ങൾ എടുത്തു വെച്ച് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇനി നമുക്കൊരു റിസ്ക്കും കൂടെ എടുക്കാൻ പറ്റത്തില്ല, ഓൾറെഡി അത്രയും നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലൂടെ കടന്നു പോയതുകൊണ്ട് നമുക്ക് ഈ പ്രഗ്നൻസി ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണം, ഇപ്പം നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കണം, നമുക്കിത് ഇവിടെ വെച്ചിട്ട് ടെർമിനേറ്റ് ചെയ്യണം. മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കേസ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പോകാൻ സമ്മതിക്കില്ല, ഇത് സ്റ്റോപ്പ് ചെയ്യാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അപ്പോഴത്തേനും ഞാൻ കരഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ വിഷമം അറിയാം, ഏതായാലും ഒന്നും കൂടെ നമുക്ക് സ്കാൻ ചെയ്യാം, സ്കാനിങ് റൂം ഫ്രീ ആവട്ടെ, ഞാൻ അപ്പോഴത്തേനും ഫ്രീ ആയിട്ട് വരാമെന്ന് പറഞ്ഞു. ആ സമയം മുഴുവൻ ഞങ്ങൾ കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ പരിശുദ്ധി അമ്മേ, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞോളാം, കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളിവിടെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്കാനിങ് ഒത്തിരി ലേറ്റായി, ഒരു 2 മണി 3 മണിയൊക്കെ ടൈമായി രാത്രിയിൽ. ആ സമയം കഴിഞ്ഞ് ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു, അത്രയും സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഡോക്ടർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ട്യൂബിൽ ബേബീനെ കാണുന്നില്ല, പകരം എന്തോ ഒരു ചെറിയൊരു സ്പോട്ട് പോലെ യൂട്രസിൽ കാണുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം, ഏതായാലും ട്യൂബിൽ ബേബി ഇല്ല, എന്താ ബാക്കി സിറ്റുവേഷൻ എന്ന് നോക്കാം, കാരണം ബേബിക്ക് ഒന്നെങ്കിൽ വളർച്ചയില്ല, അല്ലെങ്കിൽ ഇത്രയും ദിവസം വരുമ്പം ഇത്രയും ചെറിയ ബേബി ആയിരിക്കില്ല കാണുക, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടെ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം അതുവരെ എങ്ങനെ വളർച്ച വേണോ അതുപോലെ ഒരു പ്രശ്നമില്ലാത്തൊരു കുഞ്ഞുവാവയായിരുന്നു എൻ്റെ വയറ്റിലുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അങ്ങനെ പ്രഗ്നൻസി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു 7th മന്തൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇവള് ഇച്ചിരി ബിഗ് ബേബി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബ്രീച്ച് പൊസിഷൻ മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രീച്ച് മാറുന്നില്ലാത്തത് കൊണ്ട് എനിക്കങ്ങനെ ഭയങ്കര നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിലേക്ക് ഇവളിങ്ങനെ അനങ്ങുമ്പോൾ എല്ലാം വന്ന് തട്ടും. അപ്പം നമുക്ക് ഓക്സിജൻ ലെവൽ ബോഡിയിൽ കുറയുമായിരുന്നു. അപ്പോൾ എനിക്ക് തല കറങ്ങി വീഴുക അങ്ങനെയൊക്കെ വരുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ സെപ്റ്റംബർ 8-ാം തീയതി ആയി കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ 8-ാം തീയതിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പരിശുദ്ധമ്മയോട് പറഞ്ഞു, പരിശുദ്ധമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് തരേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ ബേബിയുടെ ബ്രീച്ച് പൊസിഷൻ മാറ്റി തരണം. അതുപോലെ തന്നെ ആ സമയത്താണ് ഡോക്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ, സ്കാനിങ്ങിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഈ തലയുടെ വലിപ്പം അവർ ചെക്ക് ചെയ്യും ബേബീസിൻ്റെ. അപ്പോൾ ഇവൾക്ക് നോർമലി ബേബീസിന് വേണ്ട തലയുടെ വലിപ്പത്തെക്കാട്ടിലും കുറച്ചുകൂടെ കുറവാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു, അതെന്താ, നിങ്ങൾക്ക് അങ്ങനെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള പിള്ളേരുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചു. നമുക്ക് എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 സ്കാനിങ്ങിൽ അങ്ങനെ തന്നെ റിപ്പോർട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ സെപ്റ്റംബർ 8-ാം തീയതി പറഞ്ഞു, എനിക്ക് പരിശുദ്ധമ്മയുടെ ഗിഫ്റ്റായിട്ട് 3 കാര്യങ്ങൾ വേണം. ഒന്നാമത്തെ കാര്യം, എൻ്റെ കൊച്ച് ബ്രീച്ച് മാറി വരണം. രണ്ടാമത്തെ കാര്യം, അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്, ഒരു നോർമൽ ബേബി ആയിരിക്കണം, തലയ്ക്കോ ഒരു കാര്യങ്ങൾക്കോ ഒന്നും ഒരു കുഴപ്പങ്ങളോ വലിപ്പക്കുറവോ ഒന്നും ഉണ്ടാകരുത്. മൂന്നാമത്തെ കാര്യം, ഞങ്ങൾ കാനഡയിലൊരു വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അന്നത്തെ ദിവസം 8-ാം തീയതി ഞങ്ങൾ ഒരു വീടിന് കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീട് തന്നെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾ പറയുന്ന പൈസയ്ക്ക്, ഞങ്ങൾ എത്ര പൈസ എന്ന് പറയുന്നോ ആ പൈസയ്ക്ക് ഞങ്ങൾക്ക് ആ വീട് തന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 8-ാം തീയതിയാണ് എനിക്ക് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ്. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. ഡോക്ടർ ഒന്നും പറയുന്നില്ല, കൊച്ചിൻ്റെ ബ്രീച്ചിൻ്റെ പൊസിഷൻ്റെ കാര്യം പറയുന്നില്ല, തലയുടെ കാര്യം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അപ്പം കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടെൻഷനായിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്താ അതിൻ്റെ സിറ്റുവേഷൻ? ഡോക്ടർ, ബ്രീച്ചും തലയുടെ പ്രശ്നം അതൊക്കെ മാറി, അതൊരു കുഴപ്പമില്ല, കംപ്ലീറ്റ്ലി നോർമലാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അത് മാറി. അപ്പം ഞാൻ ഓർത്തു, പരിശുദ്ധമ്മ 2 കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നല്ലോ, എനിക്കത് മതി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, അതിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ സെപ്റ്റംബർ 29-ാം തീയതി ഇവളുണ്ടായി. അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ വീടുകൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളിത് മറന്നുപോയി, ഈ വീടിന് ഞങ്ങൾ കൊടുത്ത കാര്യം തന്നെ ഞങ്ങൾ മറന്നുപോയി. അങ്ങനെ ഒരു നവംബർ മാസമായപ്പം ഞങ്ങൾ അന്നേരം നോക്കിക്കൊണ്ടിരിക്കുന്നു. നവംബർ മാസമായി കഴിഞ്ഞപ്പം ഈ വീടിൻ്റെ ആൾക്കാർ ഞങ്ങളെ തിരിച്ചു വിളിച്ചിട്ട്, നിങ്ങളാ പറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾക്ക് മാക്സിമം എത്രയാണ് തരാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ പൈസയാണെങ്കിൽ ഞങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഓക്കെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ 2 ദിവസത്തിനുള്ളിൽ ആ വീട് എല്ലാം റെഡിയായി. ആ സമയത്ത് ശരിക്കും ഞാൻ വീട് കണ്ടിട്ടില്ല. അപ്പം ഞാനന്നേരം വേഗനോട് ചോദിച്ചു, നിനക്ക് വീട് കാണണോ? ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് ഞാൻ നമ്മൾ പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈശോ ഞങ്ങൾക്കായിട്ടുള്ള വീടേ ഞങ്ങൾക്ക് തരുള്ളൂ. അതിനി മാനുഷികമായി ഞാൻ കണ്ടുപിടിക്കുന്ന കുറവുകളോ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളോ അതിനകത്തൊരു പ്രാധാന്യവും ഇല്ല. പകരം ഈശോ തരുന്ന വീടാണെങ്കിൽ, പരിശുദ്ധമ്മ തരുന്ന വീടിന് അതിൻ്റെ എല്ലാ കുറവുകളും നീക്കാൻ അവർക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടില്ലെങ്കിലും എനിക്ക് ആ വീട് ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് കിട്ടി. പിന്നെ അതുപോലെ തന്നെ
ഞങ്ങൾ ആ വീട്ടിലേക്ക് താമസം മാറി. അതിനുശേഷമാണ് ഞങ്ങൾ നാട്ടിൽ വരുന്നത്. അങ്ങനെ എല്ലാ സാക്ഷ്യവും. അതുപോലെ ഞങ്ങൾ ഈ ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ആദ്യമായിട്ട് ഇന്ന് വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ 2019 തൊട്ട് 2019 എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുമ്പം തൊട്ട് ഞങ്ങൾ എല്ലാവരും എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ഇത് കൂടുകയും പിന്നെ പ്രാർത്ഥനകൾ കൂടുകയും എല്ലാം ഉണ്ടായിരുന്നു. ഓൺലൈനായിട്ട് ഞങ്ങൾ ഇതിന് മുന്നേയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് എടുക്കുന്നത്. അങ്ങനെ ഈശോയും പരിശുദ്ധയമ്മയും ഞങ്ങളുടെ അനുഗ്രഹിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളൊരു 1000 കോടി നന്ദി പറയുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പോലെ നമ്മളിപ്പം പത്രം കൊടുക്കുക അങ്ങനെയൊക്കെ പറയുന്ന, ഇപ്പം നമ്മൾ ഇപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പത്രം കൊടുക്കാം. ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് നമുക്ക് പത്രം അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവിടെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആയിരിക്കാം, അങ്ങനെ പല ആൾക്കാരുടെയും പല കാര്യങ്ങളും നമ്മളുടെ മുമ്പിൽ വരും, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും. അപ്പം നമ്മളതിന് പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളതിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നത്തേതെന്ന് പറഞ്ഞാൽ, നമ്മൾ നാട്ടിൽ ചിലപ്പം നമ്മളോട് റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലാത്തവരായിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മളോട് ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടാവുന്ന ഹെൽപ്പാണെങ്കിൽ, ഫിനാൻഷ്യലി ആണെങ്കിലും പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പ്രഗ്നൻസിയിൽ എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടായാലും, ക്ഷീണമുണ്ടായാലും, പ്രശ്നങ്ങളുണ്ടായാലും, ഒരു ദിവസം പോലും രാവിലെ 5:30 ഞങ്ങൾ എഴുന്നേക്കലും മുടക്കിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും എല്ലാ ദിവസവും 5:30 ആവുമ്പോൾ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ പ്രയർ ചെല്ലുമായിരുന്നു. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? മട്ടീനയുടെയും വിവേകിൻ്റെയും ഈ കുടുംബം ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത്, പരിശുദ്ധ അമ്മ അവരുടെ വലിയ ഒരു ജീവിത പ്രശ്നത്തെ, തൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് ദൈവം കൈകാര്യം ചെയ്തതും വളരെ മനോഹരമായ ഒരു ജന്മം നൽകി അനുഗ്രഹിച്ചതിനുള്ള പരിശുദ്ധ അമ്മയുടെ ഇടപെടലിനെ കുറിച്ചാണ് ഈ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത്. അവരുടെ ട്യൂബുലാർ പ്രഗ്നൻസിയുടെ സമയത്തുണ്ടായ ഒരു 1.5 മാസക്കാലത്തെ അവരുടെ സ്ട്രഗിൾ വലുതൊന്നുമല്ല, വളരെ വലുതായിരുന്നു. പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള ഇടപെടൽ. അന്ന് ആദ്യമായി ഒരു സ്കാനിങ്ങിന് പോകുന്നതിന് ഒരു 15 മിനിറ്റ് മുൻപാണ് ഇവർ രണ്ടുപേരും കൂടി ഒരു തീരുമാനമെടുക്കുന്നത്, നമുക്ക് ഇന്ന് ഡെയിലി ബ്രെഡ് കൂടിയിട്ട് നമുക്ക് സ്കാനിങ്ങിന് പോകാം. ആ ഒരു 15 മിനിറ്റ് ഇവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. അവിടെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ വളരെ ശക്തമായ മെസ്സേജ് ഇവർക്ക് വേണ്ടി തന്നെ പറയുന്നത് പോലെ ഇവർക്ക് മനസ്സിലായത്. അന്നുണ്ടായ ആ പ്രത്യേക പ്രാർത്ഥന ഗർഭസ്ഥ ശിശുക്കൾക്കും ഗർഭിണികളായ അമ്മമാർക്കും അവരുടെ എല്ലാ കോംപ്ലിക്കേഷൻസിനെയും സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയായിരുന്നു. നാം ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ നമുക്ക് ആവശ്യമായ അന്നന്നത്തെ ആഹാരം, ഡെയിലി ബ്രെഡ് എന്നാണ് അനുഗ്രഹ പ്രാർത്ഥനയുടെ ഇംഗ്ലീഷിലുള്ള പേര്. അവർക്ക് അന്ന് ആവശ്യമായ വലിയൊരു അനുഗ്രഹമായിരുന്നു അവർക്കന്ന് ആ ഡെയിലി ബ്രെഡ് കൂടിയപ്പോൾ അവർക്ക് ലഭിച്ചത്. പഴയ നിയമത്തിൽ വായിക്കുന്നത് പോലെ സാംസൻ്റെ അമ്മ മനോവയ്ക്ക് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടോടുകൂടിയാണ് ഈ കുഞ്ഞുണ്ടാകുന്നതെന്ന് അവൾ വിശ്വസിച്ചു എന്ന് നാം വചനത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. അവരുടെ ഈ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സാമീപ്യവും അവർക്ക് തിരിച്ചറിയുവാനും അതോടുകൂടെ അതിലൂടെ ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും ഉടമ്പടിയിൽ ശക്തമായി പ്രാർത്ഥിക്കുവാനും ആശ്രയിക്കുവാനും സാധിച്ചുവെന്നാണ് ഈ സാക്ഷി നമുക്ക് മനസ്സിലാകുന്നത്. 1.5 മാസം ട്യൂബിൽ ജീവിച്ച ആ കുഞ്ഞിനെ എങ്ങനെയാണ് യൂട്രസിലേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ളത് ശാസ്ത്രത്തിനെ ഒരു തോൽവി സമ്മതിക്കേണ്ട കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള പല സാക്ഷ്യങ്ങളിൽ ഒന്ന് 6 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ യൂട്രസ് ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് 14 വയസ്സിൽ അമ്മ ഒരു സ്കാനിങ്ങിന് ചെന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ യൂട്രസ് അവിടെ ഉണ്ട് എന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള അതിശക്തമായ സാക്ഷ്യങ്ങൾ ഇവിടെ
ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ ഈശോയ്ക്ക് തൊട്ട് സൗഖ്യപ്പെടുത്തുവാനും നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഇല്ലാത്തത് ഉണ്ടാക്കുവാനുള്ള വലിയ സൃഷ്ടികർത്താവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് വായിച്ചെടുക്കുന്ന മനസ്സിലാക്കുന്ന വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി. അതിനുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ആ ഒരുക്കം എല്ലാം ഈശോയ്ക്കും പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി ഈശോയെ ഏൽപ്പിക്കുന്ന ആ കാര്യങ്ങളിലെല്ലാം ഈശോ കൃത്യമായി കാനായിലെ ആ അത്ഭുതം ഇന്നും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ എത്ര തന്നെ വിഷമങ്ങളുള്ള കാര്യങ്ങളായാലും, പ്രഗ്നൻസി ആയാലും, അല്ലെങ്കിൽ കൺസീവ് ആകാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായാലും, നമുക്ക് നമ്മുടെ സഹോദരിമാർ ഒരു പക്ഷേ പ്രഗ്നൻസിയിൽ അവർ 1-2 അബോർഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് ഉണ്ടായാൽ തന്നെയായാലും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ നമ്മെ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ കുടുംബത്തെ കാത്തു പരിപാലിച്ചുകൊണ്ട് നല്ല ഒരു ബേബിയെ അവർക്ക് ഇന്ന് ഈശോ നൽകിയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ഒരു ജീവിതക്രമമാണ്. ഉടമ്പടി ഉടൻ പരിഹാരമാണ്. ഉടമ്പടി നമ്മുടെ ജീവിതത്തിലേക്കുള്ള നിത്യജീവിതത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് കൂടിയാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവർക്ക് നൽകിയ മർട്ടീനയ്ക്കും വിവേകിനും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്കും ഈ നല്ല ഓമന ബേബിയിലൂടെയും ഈശോയിലൂടെയും ലഭിച്ച നിരവധി അനുഗ്രഹങ്ങൾക്ക് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോമി. ഞാൻ പാലമറ്റം കോതമംഗലത്ത് നിന്നാണ് വരുന്നത്. അയർലൻഡിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു. 2022 ഒക്ടോബറിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. സാക്ഷ്യം പറയാൻ ഇത്രയും താമസിച്ചതിന് ആദ്യമായി മാതാവിനോട് മാപ്പ് പറയുന്നു. OET എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. OET എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഒത്തിരി പേരെന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോകും, ഉടമ്പടി എടുക്കുമെന്ന്. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നന്നായി പ്രാർത്ഥിക്കുന്നുമുണ്ട്, പിന്നെ എന്തിനാണ് കൃപാസനത്തിൽ പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യത്തെ 2 എക്സാമും ഞാൻ നിസ്സാര മാർക്കിന് ഫെയിലായി. 3ാമത്തെ എക്സാമിന് തയ്യാറെടുക്കുന്ന സമയത്ത് ഒരേ ദിവസം തന്നെ 3 പേരെന്നോട് പറഞ്ഞു നീ കൃപാസനത്തിൽ പോകും, ഉടമ്പടി എടുക്കുമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എന്നെ വിളിക്കുന്നതാണെന്ന്. അപ്പോൾ അന്ന് തന്നെ ഞാൻ ഓൺലൈനായി ഉടമ്പടി എടുത്തു. കാരണം എനിക്ക് 2 ദിവസമായിരുന്നു എക്സാമിനുണ്ടായിരുന്നുള്ളൂ. വന്ന് ഉടമ്പടി എടുക്കാനുള്ള സമയമില്ലാത്തതിനാൽ ഞാൻ ഓൺലൈനായി ഉടമ്പടി എടുത്തു. വന്ന് ആ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട്, ഈ എക്സാം ഞാൻ പാസ്സാവുകയാണെങ്കിൽ ഇവിടെ നേരിട്ട് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ എന്ന്. അതുപോലെ തന്നെ ആ എക്സാമിന് എനിക്ക് എല്ലാത്തിനും B കിട്ടി പാസ്സാവാൻ സാധിച്ചു. അയർലൻഡ് പ്രോസസ്സിങ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അപ്പോഴത്തെ സമയത്ത് 150 ബെഡെങ്കിലും മിനിമം ബെഡ് സ്ട്രെങ്ത് ഉള്ള ഹോസ്പിറ്റലിൽ ലാസ്റ്റ് 6 മന്ത് വർക്ക് ചെയ്യുന്നവർക്കായിരുന്നു HSCയിലേക്ക് ഇൻ്റർവ്യൂ കിട്ടത്തുള്ളൂ. ഞാനിവിടെ നാട്ടിലൊരു PHSCയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2 ബെഡ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ച എല്ലാ ഏജൻസിക്കാരും പറഞ്ഞു നഴ്സിംഗ് ഹോമിലേക്ക് വേണമെങ്കിൽ നോക്കാം, ഹോസ്പിറ്റലിൽ കിട്ടില്ലെന്ന്. പക്ഷേ ഞാൻ ഉടമ്പടിയിലാണല്ലോ, എനിക്ക് HSCയിൽ തന്നെ വർക്ക് ചെയ്യണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പോൾ ഞാൻ ആദ്യം കിട്ടിയ ഇൻ്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അവിടുത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് തന്നെ ഇൻ്റർവ്യൂ കിട്ടി. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു, ഞാൻ സത്യസന്ധമായി അവരോട് പറയുക ഞാൻ 2 ബെഡ് സ്ട്രെങ്ത് ഉള്ള ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. പക്ഷേ അവരെന്നോട് ചോദിച്ചു ഹോസ്പിറ്റലിനെ കുറിച്ച്. ഞാനത് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർ സബ്ജക്റ്റ് മാറ്റി എന്നെക്കൊണ്ടത് പറയിച്ചില്ല. അങ്ങനെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. പിന്നെ അയർലൻഡ് രജിസ്ട്രേഷൻ്റെ ടെസ്റ്റായ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വളരെ ഡിഫിക്കൽട്ടായിരുന്നു. മാതാവിനോടുള്ള പ്രാർത്ഥനയും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും മൂലം ആ ടെസ്റ്റ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ സാധിച്ചു. പിന്നീട് അടുത്ത കടമ്പ ഫാമിലിയെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അവിടെ ഒരു റെൻ്റൽ ഹോം കിട്ടുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റേതായ രീതിയിൽ ഒരുപാട് ശ്രമിച്ചു, ഒത്തിരി പേരോട് ചോദിച്ചു, പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഒരാളുടെ സാക്ഷ്യം കേൾക്കുന്നത്. 33 ദിവസം 33 തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിന് സമയമായി UK റെൻ്റൽ ഹോം കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചു, ഇന്ന് മുതൽ 33 ദിവസം ഞാൻ ചെല്ലും, എനിക്ക് 33ാമത്തെ ദിവസം കിട്ടണമെന്ന്. 33ാമത്തെ ദിവസം വരുന്നത് ഫെബ്രുവരി 5 ആയിരുന്നു. ഫെബ്രുവരി 1 എന്നെ ഒരു ലാൻഡ് ലോർഡ് വ്യൂവിങ്ങിന് വിളിച്ചു. ആദ്യമായി ചെന്ന് കണ്ട വീട് തന്നെ എന്നോട് പറഞ്ഞു, നിനക്ക് ഇന്ന് തന്നെ വേണമെങ്കിൽ ഇങ്ങോട്ട് മാറാം, പക്ഷേ ഞാൻ നിൻ്റെ കോൺട്രാക്റ്റ് ഫെബ്രുവരി 5 എന്ന ഡേറ്റിലാണ് സൈൻ ചെയ്യുകയുള്ളൂ, അന്ന് തൊട്ടുള്ള പേയ്മെൻറ്റ് നീ തന്നാൽ മതിയെന്ന് പറഞ്ഞു. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഫെബ്രുവരി 5 എന്ന ഡേറ്റിൽ എൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയും എനിക്ക് ആ 1-ാം തീയതി തന്നെ വീട്ടിലേക്ക് മാറാൻ സാധിച്ചു. പക്ഷേ ഫെബ്രുവരി 5 എന്ന ഡേറ്റിൽ എനിക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ സാധിച്ചു. പിന്നീട് ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫാമിലിയെ ഏപ്രിൽ 15 മുമ്പ് എനിക്ക് അയർലൻഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ആ ഡേറ്റൊക്കെ പിന്നീട് ഞാൻ മറന്നുപോയിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും കറക്റ്റായി നടക്കുകയും ഏപ്രിൽ 15 തന്നെ എനിക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി നാട്ടിലേക്ക് വരാൻ സാധിച്ചു. അന്ന് ഫ്ലൈറ്റിലേക്ക് പോകുന്ന സമയത്താണ് എനിക്കത് ഓർമ്മ വന്നത്, ഞാൻ ഇങ്ങനെയൊരു ഡേറ്റ് ഇട്ട് അന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ള കാര്യം.
അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഇപ്പോൾ ഫാമിലിയോടൊപ്പം അയർലൻഡിൽ സന്തോഷമായി താമസിക്കുന്നു. ചെറുതും വലുതുമായ നിരവധി അനുഗ്രഹങ്ങൾ ഇതുകൂടാതെ എനിക്ക് മാതാവിനോടുള്ള പ്രാർത്ഥന വഴി ലഭിച്ചിട്ടുണ്ട്. എല്ലാത്തിനും മാതാവിന് 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് കൃത്യമായി പത്രം വാങ്ങിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. അയർലൻഡിൽ ചെന്നതിന് ശേഷം സോഷ്യൽ മീഡിയ വഴി സാക്ഷ്യവും ഡെയിലി ബ്രെഡും അതുപോലെ എല്ലാ ചൊവ്വാഴ്ചത്തെയും ധ്യാനവും എല്ലാം കൃത്യമായി ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായി നാട്ടിലുണ്ടായിരുന്ന സമയത്ത് വൃദ്ധസദനങ്ങളിലും അനാഥാലയങ്ങളിലും പോവുകയും അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുകയും പൈസയായിട്ടും ഭക്ഷണമായിട്ടും കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ സാമ്പത്തികമായ സഹായങ്ങൾ മാത്രമാണ് അവിടെ ചെന്നതിന് ശേഷം ചെയ്യുന്നത്. പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിലും നിരവധിയായ മാറ്റങ്ങൾ വന്നു. കൃത്യമായി ബൈബിൾ വായിക്കുകയും സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നുണ്ട്. മാതാവിനോട് ലഭിച്ച നിരവധി അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറയുന്നു. പ്രഭാഷകൻ 33:13 കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിൻ്റെ കയ്യിൽ മനുഷ്യർ. അവിടുന്ന് തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു, ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു. ജോമി ജോസ് എന്ന ഈ മകൾ അയർലൻഡിൽ പോകുവാൻ വേണ്ടിയുള്ള മകളുടെ പരിശ്രമങ്ങൾ, OET പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ, അവിടെ ഒരു വീട് കണ്ടെത്തുക, കുടുംബത്തെ അവിടെ എത്തിക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള നിയോഗങ്ങൾ പരിശുദ്ധമ്മയുടെ സബിതത്തിൽ സമർപ്പിക്കുന്നതും ഓരോരോ സമയത്ത് മകൾ അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് മകൾക്കെങ്ങനെ അനുഗ്രഹമായി തീർന്നുവെന്ന് ഈ അൾത്താരയിൽ വെളിപ്പെടുത്തുകയാണ്. OET ആദ്യം 3 തവണ എഴുതി പരാജയപ്പെട്ട മകൾ ഒരേ ദിവസം തന്നെ 3 പേർ മകളോട് ഉടമ്പടി എടുക്കുന്ന ശക്തമായി പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ആദ്യം ഉടമ്പടിയെക്കുറിച്ച് അത്ര വലിയ മതിപ്പില്ലാതിരുന്നിട്ട് കൂടിയും മകൾ വന്ന ഉടമ്പടി എടുക്കുന്നത്. നമ്മളെ അമ്മ മാതാവ് പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെയാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് നയിക്കുന്നത്. അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് തുടങ്ങുമ്പോൾ കൃത്യമായും അതിൻ്റെ സാഹചര്യങ്ങൾ അമ്മ നമ്മുടെ ജീവിതത്തിന് ഒരുക്കിയിരിക്കും. മകൾക്ക് ആ താൽക്കാലികമായി വന്ന പരാജയങ്ങൾ വലിയൊരു ദൈവിക സംരക്ഷണത്തിൻ്റെ അനുഭവത്തിലേക്ക് മകളെ നയിക്കുന്നതിന് കാരണമാകുന്നു എന്നതാണ് ആ സാക്ഷ്യം മുഴുവൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് ഒരു പരാജയം കൊണ്ട്, ഒരു തകർച്ച കൊണ്ട്, ഒരു കലഹം കൊണ്ട്, ഒരു ജീവിതത്തിൻ്റെ പ്രതീക്ഷിക്കാത്ത അനുഭവം കൊണ്ട് ജീവിതം തീരുന്നുവെന്ന് നാം ആരും വിധിവെക്കരുത്. മറിച്ച് ദൈവകരങ്ങളിലേക്ക് ഉടമ്പടി പ്രകാരം ജീവിതത്തെ വിട്ടുകൊടുക്കുവാനുള്ള ഒരു എളിമയുള്ള മനസ്സ് സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന നല്ല കാലങ്ങളെക്കുറിച്ച്, നമ്മളെ കാത്തിരിക്കുന്ന വിജയങ്ങളെക്കുറിച്ച് അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതിയ OETയിൽ അയർലൻഡിൽ പോകുവാൻ തക്കവിധം എൻ്റെ സ്കോർ സ്ഥിരതപ്പെടുത്തി അമ്മ മാതാവ് നൽകിയെന്ന്. അവിടെ ചെന്ന് ജോലിക്ക് പ്രവേശിക്കുമ്പോഴും ഏറ്റവും നല്ലൊരിടത്ത് അധികം ചോദ്യങ്ങളും പരിശോധനകളും ഒന്നുമില്ലാതെ മകളെ വളരെ വേഗത്തിൽ ആ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ, ആ ഭാരങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് മകളെ സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. അതുപോലെ തന്നെ ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴും മകൾ സാക്ഷ്യത്തിൽ കേട്ടതാണ് മകൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. പലയിടത്തും അന്വേഷിക്കുന്നു, ലഭിക്കാതെ വരുമ്പോൾ 33 തവണ, അത് യേശുവിൻ്റെ വയസ്സാണ്, യേശുവിൻ്റെ ആ ഓരോ വർഷത്തെയും അനുസ്മരിച്ചുകൊണ്ട് 33 തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് അനുഗ്രഹിക്കപ്പെട്ടതായി മകൾ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, സാക്ഷ്യങ്ങൾ പലപ്പോഴും നാം ശ്രദ്ധയോടുകൂടി അതിൽ പ്രാർത്ഥനാപൂർവം പങ്കുചേരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ചില അടഞ്ഞ വഴികൾ തുറക്കുന്നതിന് കാരണമാക്കി മാറ്റും. നമുക്കറിയാത്ത ചില മേഖലകളെ നമുക്കത് തുറന്നു തരും. നമ്മൾ അന്ന് വരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില രീതികളിൽ നമ്മുടെ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നതിന് നമുക്ക് സാധ്യതകൾ നമുക്ക് നൽകുന്നതും കാണാനാവും. മകൾ ഒരു സാക്ഷ്യത്തിലൂടെയാണ് 33 തവണ ഒരു ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാം എന്നൊരു തീരുമാനമെടുക്കുന്നത്. അത് ആ 33 ദിവസം ഇടുകയും ചെയ്തു. ഫെബ്രുവരി 5 എന്നത് നമ്മൾ ദൈവത്തെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജീവിത വിഷയത്തെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കും.
ഉടമ്പടിയിൽ എപ്പോഴും നമ്മളത് കാണുന്നുണ്ട്. ദൈവത്തെ മാനിക്കുവാൻ തയ്യാറാണോ? ദൈവം അനുഗ്രഹിക്കുവാൻ സന്നദ്ധരാണ്. അത് മകൾ പറയുന്നുണ്ട്, ഫെബ്രുവരി 5 ഇത് ലഭിക്കണമെന്ന് ഞാൻ അത് ആഗ്രഹിച്ച് അമ്മ മാതാവിൻ്റെ സംരക്ഷണം തേടി പ്രാർത്ഥിച്ചു. 1-ാം തീയതി എനിക്ക് വീട് കിട്ടിയെങ്കിലും 5-ാം തീയതി കരാർ എഴുതി 5-ാം തീയതി മുതൽ വാടക കൊടുക്കുന്ന രീതിയിൽ കരാർ എഴുതപ്പെട്ടുവെന്ന് നമുക്ക് വേണ്ടി കൂടെ നിന്ന് പദ്ധതി ഒരുക്കി ജീവിതത്തിൻ്റെ നന്മകൾ നൽകുവാൻ ദൈവം സദാ സന്നദ്ധനാണ്. നാം അവിടുത്തോട് വിശ്വസ്തതയുള്ളവരാകണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുത്ത നാൾ മുതൽ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ടേണിംഗ് പോയിന്റിൽ വിദേശത്തേക്കുള്ള മൈഗ്രേഷൻ, ജോലി, വീട്, കുടുംബം ഒരുമിച്ചുള്ള ജീവിതം, അത് ആ ഗൗരവമുള്ള ടേണിംഗ് പോയിന്റിൽ ഓരോ സാഹചര്യത്തിലും അമ്മ മാതാവ് കരം പിടിച്ചതും സഹായിച്ചതും കുടുംബത്തെ സുരക്ഷിതമാക്കിയതും മകൾ എൽത്താരിയിൽ ഏറ്റുപറയുകയാണ്. നമ്മുടെ ജീവിത വിഷയം ഏതുമാവട്ടെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിന് ഒരു ടേണിംഗ് പോയിന്റ് അമ്മ മാതാവ് നൽകും. അത് അനുഗ്രഹത്തിൻ്റെതായിരിക്കും, സമയച്ചുരുക്കത്തിൻ്റെതായിരിക്കും. ദൈവികമായ ഇടപെടലുകൾ നിരന്തരം ലഭിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നതായിരിക്കും. അമ്മയുടെ കരങ്ങളിൽ ഈ മകനുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച്